എയർ ഇന്ത്യ വിമാന ദുരന്തത്തിന്റെ ഞെട്ടലിൽ നിന്ന് രാജ്യം മോചനം നേടിയിട്ടില്ല. മരണസംഖ്യ ഉയരുന്നു. DNA പരിശോധനയിലൂടെ കൊല്ലപ്പെട്ടവരെ കണ്ടെത്തുന്നു. ദുരന്ത കാരണം ഇപ്പോഴും അജ്ഞാതം. ആദ്യ നിഗമനങ്ങൾ എല്ലാം DGCAയുടെ പ്രാഥമിക അന്വേഷണത്തിൽ തള്ളിക്കളഞ്ഞു. വിമാനത്തിൽ പക്ഷി ഇടിച്ചിട്ടില്ല. അമിതഭാരം ഉണ്ടായിരുന്നില്ല. ഇരട്ട എഞ്ചിനുകൾ ഒരേ സമയം തകരാറാകാൻ സാധ്യതയില്ല. പൈലറ്റിന് പിഴവില്ല. പറന്നുയർന്ന് നിമിഷങ്ങൾക്കുള്ളിൽ വിമാനം തകർന്നു വീണ് വൻ ദുരന്തമായതിനു പിന്നിലെ കാരണമെന്ത് കണ്ടെത്താൻ കഴിയും. DGCAയുടെ പ്രാഥമിക അന്വേഷണത്തിലെ വിവരങ്ങളാണ് ഇന്ന് പുറത്തു വന്നത്. അതിലാണ് പക്ഷി വിമാനത്തിൽ ഇടിച്ചിട്ടില്ല എന്ന കാര്യം പറഞ്ഞിട്ടുള്ളത്. അതിന് കാരണമായിട്ട് പറയുന്നത് പക്ഷികളുടെ അവശിഷ്ടങ്ങളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ്. അതോടൊപ്പം തന്നെ പൈലറ്റിന് പിഴവ് സംഭവിച്ചിട്ടുണ്ടാകുമോ എന്ന ഒരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു പിഴവിന് സാധ്യതയില്ല എന്നാണ് DGCAയുടെ ആദ്യ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. അതുപോലെ 2 എഞ്ചിനുകൾ ഉള്ളതാണ് ബോയിങ്. അതുകൊണ്ട് ഒരു എഞ്ചിൻ തകരാറായാലും രണ്ടാമത്തെ എഞ്ചിൻ പ്രവർത്തിക്കുവാൻ കഴിയും. അതുകൊണ്ട് അപകടമുണ്ടാകുവാനുള്ള സാധ്യതയില്ല. അങ്ങനെ 2 എഞ്ചിനുകളും ഒരേ സമയം തകരാറിലാകുവാനുള്ള സാധ്യത കാണുന്നില്ല എന്നും അന്വേഷണത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ അപകടത്തിന് കാരണം? ദുരന്തത്തിന്റെ കാരണം അന്വേഷിച്ചുള്ള വിശദമായ അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു. വിവിധ തലങ്ങളിൽ അന്വേഷണം തുടരുകയാണ്. വ്യോമയാന മന്ത്രാലയം അന്വേഷണം നടത്തുന്നു. ടാറ്റ സ്വന്തം നിലയിലുള്ള അന്വേഷണം നടത്തുന്നുണ്ട്. എയർ ഇന്ത്യ ദുരന്തത്തിന് പിന്നിലെ കാരണം കണ്ടെത്തുവാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാം. ഇപ്പോൾ ശ്രീ രഘുനാഥ് നായർ, മുൻ വ്യോമസേന ഉദ്യോഗസ്ഥൻ, ശ്രീ ഷാബു പ്രസാദ്, ശ്രീ മോഹനൻ പിള്ള, ശ്രീ ഷോബി ടി പോൾ, ഹാലോ എയർവേസിന്റെ CEO ചേരുകയാണ്. ആദ്യം ശ്രീ രഘുനാഥ് നായർ, ഇന്നലെ പറഞ്ഞിരുന്ന പല കാര്യങ്ങളും ഇന്ന് DGCAയുടെ അന്വേഷണത്തിൽ തള്ളിക്കളയുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്താണ് അപകടത്തിന്റെ കാരണം എന്നതിൽ ഈ വ്യോമസേന വിദഗ്ധരൊക്കെ വ്യോമയാന വിദഗ്ധരൊക്കെ പല നിഗമനങ്ങളിൽ എത്തിയിരുന്നുവല്ലോ. അപ്പോൾ അതിൽ വിശ്വസനീയമായ ഒന്നും ഇല്ല എന്നാണോ? മഞ്ജുഷ, നമ്മൾ ഇന്നലെ ഇവിടെ ചർച്ച ചെയ്ത കാര്യങ്ങളും കൂടെ വെച്ച് നോക്കുക. ഇപ്പോ ഇന്നലെ നമ്മൾ തന്നെ പറഞ്ഞായിരുന്നു ബേർഡേറ്റിന്റെ എല്ലാ പോസിബിലിറ്റിയും റൂൾഡ് ഔട്ട് ആണ് എന്ന് പറഞ്ഞു. ശരിയല്ലേ? ഞാൻ പറഞ്ഞു സബോട്ടേജ് ഉണ്ടാകാം, പക്ഷേ ഈ ഒരു കേസിൽ സബോട്ടേജ് ഉണ്ടായതിന്റെ യാതൊരുവിധ ലക്ഷണങ്ങളും കാണുന്നില്ല എന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ നമ്മൾ ഈ പറയുമ്പോൾ ഇത് വ്യോമയാന വിദഗ്ധര് എന്ന് പറയുമ്പോൾ ഇത് ഈ ഇൻഡസ്ട്രിയെ കുറിച്ച് അറിയാവുന്ന ആളുകൾ ഈ ബേർഡേറ്റോ ഇങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും ഉണ്ട് എന്ന് തറപ്പിച്ച് പറഞ്ഞതായിട്ട് എനിക്കറിവില്ല. പക്ഷേ ഒരുപാട് സോഷ്യൽ മീഡിയ ചാനലിലൊക്കെ ഇങ്ങനെയുള്ള പോസിബിലിറ്റീസിനെ കുറിച്ചൊക്കെ ഒരുപാട് ഡിസ്കസ് ചെയ്തതായിട്ട് കണ്ടിട്ടുണ്ട്. ഈവൻ വളരെ ഇപ്പം നമ്മുടെ മലയാളത്തിൽ പോലും വളരെ ശക്തമായിട്ട് ഇതൊരു അട്ടിമറിയാണ്, അവിടെ ഒരു എക്സ്പ്ലോഷന്റെ ശബ്ദം കേട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ശക്തമായ നറേറ്റീവ്. ഇപ്പൊ ആ രക്ഷപ്പെട്ട് വന്ന ഒരാൾ പോലും എക്സ്പ്ലോസീവിന്റെ ശബ്ദം കേൾക്കുന്നു, എക്സ്പ്ലോഷന്റെ ശബ്ദം കേൾക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ശക്തമായിട്ട് അങ്ങനെ ഒരു നെറേറ്റീവ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ എന്ന് എനിക്കറിയില്ല. ഇനി ശബ്ദം കേട്ടെങ്കിൽ തന്നെ അതിന്റെ കാരണം, ആ ശബ്ദം കേൾക്കാനുള്ള പോസിബിലിറ്റി എന്താണ്, അതിന്റെ കാരണം എന്താണെന്നൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഡിസ്കസ് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അപ്പം പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് സിസ്റ്റം എറർ ഉണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ പോസിബിലിറ്റി ഓഫ് ഹ്യൂമൻ എറർ ഓൾസോ ഈസ് ദർ. അതിന് സംശയമൊന്നുമില്ല. ഇപ്പം നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ അണ്ടർ കാരേജ് അപ്പൊ ആയിട്ടില്ല, ഫ്ലാപ്പ് റിട്രാക്ട് ആയിട്ടില്ല, ഫ്ലാപ്പ് എക്സ്റ്റെൻഡ് ആയിട്ടില്ല. അല്ലെ നമ്മൾ നോക്കുമ്പോൾ ഫ്ലാപ്പ് റിട്രാക്റ്റഡ് പൊസിഷനിലാണ്, അണ്ടർ കാരേജ് എക്സ്റ്റെൻഡഡ് പൊസിഷനിലാണ്. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഒരു സമയത്ത് ഒരു പക്ഷേ ഇത് ആദ്യം ടേക്ക് ഓഫ് ചെയ്ത് നല്ലൊരു സ്മൂത്ത് ടേക്ക് ഓഫ് ആണ് നമുക്ക് അതിൽ കാണാൻ കഴിയുന്നത്. വളരെ സ്മൂത്ത് ആയിട്ടുള്ള ടേക്ക് ഓഫ് ആണ്. ഒരു സർട്ടൺ ഓൾട്ടിറ്റ്യൂഡ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് അത് ലെവൽ ഫ്ലൈറ്റിലേക്ക് വരുന്നത്. പിന്നെ അതിന്റെ ഓൾട്ടിറ്റ്യൂഡ് കുറഞ്ഞു വരുന്നതും പിന്നെ ഒരു സ്റ്റാൾ പോലെ നോസ് അപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ സ്റ്റാൾ പോലെ കാണുന്നതും ക്രാഷ് ആകുന്നത്. ഇത് വളരെ ക്ലിയർ ആണ്. അപ്പൊ ഇതില് ഒരു ഹ്യൂമൻ എററിന്റെ ഒരു പോസിബിലിറ്റി എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ഈ പറഞ്ഞ പോലെയാണ്. അതായത് അണ്ടർ കാരേജ്, ക്യാപ്റ്റൻ ഒരു പക്ഷേ കോ പൈലറ്റിനോട് പറഞ്ഞിട്ടുണ്ടാവും അണ്ടർ കാരേജ് റിട്രാക്ട് ചെയ്യാനായിട്ട്. ബൈ മിസ്റ്റേക്ക് ഫ്ലാപ്പ് റിട്രാക്ട് ആയിട്ടുണ്ടാവാനുള്ള പോസിബിലിറ്റി ആണ് വളരെ ശക്തമായിട്ട് നമ്മൾ ഇവിടെ ഒരു ഹ്യൂമൻ എറർ എന്നുള്ള ഒരു ആംഗിളിൽ നോക്കുമ്പോൾ കാണുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു സിസ്റ്റം ഫെയിലിയർ തന്നെയാണ്. സിസ്റ്റം ഫെയിലിയറിൽ ഇപ്പൊ എഞ്ചിൻ രണ്ടും കൂടെ പോയി എന്നുള്ള ഒരു നിഗമനം. കാരണം ഇവിടെ എന്ന് പറഞ്ഞാൽ ഐ എം ലൂസിങ് ത്രസ്റ്റ്, എനിക്ക് ലിഫ്റ്റ് കിട്ടുന്നില്ല, ത്രസ്റ്റ് നഷ്ടപ്പെടുന്നു എന്ന് പൈലറ്റ് പറഞ്ഞതായിട്ടുള്ള റിപ്പോർട്ട് കാരണമാണ് നമ്മളെല്ലാവരും ശക്തമായിട്ട് ഈ എഞ്ചിന്റെ പിന്നാലെ പോകുന്നത്. അപ്പൊ ഇത് ഒരു എഞ്ചിൻ ഫെയിൽ ആയാൽ പോലും ഈ വിമാനത്തിന്റെ കേപ്പബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ലോഡിൽ 15,000 അടി ഓൾട്ടിറ്റ്യൂഡ് വരെ ആ ഒരൊറ്റ സിംഗിൾ എഞ്ചിൻ ഇതിന് സുഖമായിട്ട് പറക്കാനായിട്ട് സാധിക്കും.
അപ്പോൾ ഒരു എഞ്ചിൻ ഫെയിൽ ആയാൽ പോലും അങ്ങനെ ഒരു സാധ്യതയില്ല. പിന്നെ രണ്ടാമത് ബേർഡ് ഹിറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇന്നലെയും പറഞ്ഞായിരുന്നു, ഇതിന്റെ യാതൊരുവിധ സാധനങ്ങളും ഒരു എഞ്ചിനിൽ നിന്ന് എക്സ്ട്രാ ആയിട്ടുള്ള പുകയോ തീയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഐറ്റംസ് പുറത്തേക്ക് വരുന്നത് ഒരു ബേർഡ് ഹിറ്റ് പക്ഷെ ഇവിടെ റാം എയർ നമ്മൾ ടർബൈൻ റാറ്റ് എന്ന ചെറിയ വൈദ്യുതി ജനറേറ്ററിന്റെ ശബ്ദം അത് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് ചില വ്യോമയാന വിദഗ്ധർ പറയുന്നുണ്ട്. സ്വതന്ത്ര നിരീക്ഷകരാണ് അവർ. അവർ പറയുന്ന കാര്യം ഇതാണ്, ആ ഒരു പോസിബിലിറ്റിയാണ്. അതായത് അടിയന്തരമായിട്ട് വൈദ്യുതി സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയാണല്ലോ റാറ്റ് ഉള്ളത്. അപ്പോൾ വൈദ്യുതി ഇല്ലാതാകുന്നു, അപ്പോൾ എഞ്ചിൻ തകരാർ സംഭവിക്കുന്നു. ഇത് ഒഴിവാക്കുന്നതിന് വേണ്ടി അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവുമോ എന്നുള്ളതിലേക്കാണ് ഇപ്പോൾ ഈ നിഗമനങ്ങൾ പോകുന്നത്. വിശദമായ അന്വേഷണത്തിലേ എല്ലാം പുറത്തു വരികയുള്ളൂ. ഇത് ശ്രീ മഞ്ജുഷ, അത് ഞാൻ ആദ്യത്തെ പാട്ടിലെ മനഃപൂർവ്വം തൊടാതെ വിട്ട ഒരു വിഷയമാണ്. റാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ റാം എയർ ടർബൈൻ എന്നാണ് ഇതിന് പറയുന്നത്. അതായത് സാധാരണ അതിന്റെ നോർമൽ എയറിൽ തന്നെ ഇത് വർക്ക് ചെയ്യുന്നൊരു ടർബൈൻ. ഈ സാധനം യൂഷ്വലി വിമാനത്തിൽ വിസിബിൾ അല്ല. ഇത് ഏകദേശം അതിന്റെ പോർട്ട് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടത് ഭാഗത്തെ അണ്ടർ കാരേജിന്റെ മുമ്പിലായിട്ട് ഫ്യൂസലേജ് ഭാഗത്താണ് ഈ സാധനം ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. റാം എയർ ടർബൈൻ RAT എന്ന് പറയുന്നത്, റാറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, ഇപ്പൊ അതിനകത്ത് പാസഞ്ചർ പറഞ്ഞു അവിടെ ഒരു എക്സ്പ്ലോഷന്റെ സൗണ്ട് കേട്ടു എന്ന്. കാരണം നമ്മൾ സാധാരണ ഇതിൽ ഒരു വിമാനത്തിൽ നമ്മൾ ഫ്ലൈ ചെയ്യുന്ന സമയത്ത് ലാൻഡിങ് അപ്രോച്ചിൽ നമ്മൾ 3 തട്ട് സൗണ്ട് കേൾക്കാറുണ്ട്. തട്ട് നമ്മൾ 3 സൗണ്ട് കേൾക്കാറുണ്ട്. അത് അതിന്റെ അണ്ടർ കാരേജ് വന്നിട്ട് ലോക്ക്ഡൌൺ ചെയ്യുന്നതിന്റെ സൗണ്ടാണ് ഈ കേൾക്കുന്നത്. ലാൻഡിങ് അപ്രോച്ചിലാണ് ഇത് കേൾക്കുക. എന്ന് പറഞ്ഞ പോലെ ഇദ്ദേഹം ഒരു തട്ട് സൗണ്ട് കേട്ടിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന്റെ സീറ്റ് എവിടെയായിരുന്നു? പോർട്ട് സൈഡിൽ. പോർട്ട് സൈഡിൽ 11A ആയിരുന്നു. 11A എന്ന് പറയുന്നത് പോർട്ട് സൈഡിലെ ലെഫ്റ്റ് സൈഡിലെ സീറ്റാണ്. ഇത് ഏകദേശം വിങ്ങിന് തൊട്ട് മുമ്പിലായിട്ട് വരും. അപ്പൊ അണ്ടർ കാരേജിന് അതായത് അണ്ടർ കാരേജിന് ശേഷം ഈ റാറ്റ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന അപ്രോക്സിമേറ്റ് പൊസിഷന്റെ തൊട്ട് മുമ്പിലായിട്ട് അല്ലെ കുറച്ച് മുമ്പിലായിട്ടായിരിക്കും ഇദ്ദേഹം ഇരിക്കുന്നത്. അവിടെയും ഈ ഡോർ ഓപ്പൺ ആയിട്ട് ഈ റാറ്റ് വെളിയിലേക്ക് വന്നിട്ടുണ്ടാവും. അതിന്റെ കാരണം ഞാൻ പറയാം. ഈ റാറ്റ് വെളിയിലേക്ക് വന്നിട്ടുണ്ടാവും. ഇത് റാറ്റ് വെളിയിലേക്ക് വന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പ്രൊപ്പല്ലർ സഹിതം ഇത് അവിടെ ലോക്ക് ഓൺ ആവണം. ലോക്ക് ഓൺ ആകുമ്പോൾ ഈ അണ്ടർ കാരേജ് ലോക്ക് ഓൺ ആകുന്നത് പോലെ തന്നെ നാച്ചുറലി ഒരു തട്ട് സൗണ്ട് കേൾക്കും. അത് അതിന്റെ അടുത്തിരിക്കുന്നവർക്കാണ് കേൾക്കുക. അണ്ടർ കാരേജിന്റെ അത്ര ഹെവി ആയിരിക്കില്ല എന്നേ ഉള്ളൂ. അപ്പൊ ആ ഒരു സൗണ്ട് കേട്ടു എന്ന് അദ്ദേഹം പറയുന്നുണ്ടെങ്കിൽ അതിനെയാണ് ഞാൻ ഈ പറഞ്ഞ ഈ സോഷ്യൽ മീഡിയയിലെ എഞ്ചിനീയേഴ്സ് എല്ലാം കൂടെ ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാക്കുന്നത്. ചിലപ്പോൾ ചില വീഡിയോസ് കണ്ടു കഴിഞ്ഞപ്പോൾ സങ്കടം തോന്നും, സത്യമായിട്ട് സങ്കടം തോന്നും. ഇവിടെ എക്സ്പ്ലോഷൻ നടന്നു ഇന്നലെ മുതൽ അതിന്റെ പിന്നാലെ ബഹളം ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു റീസൺ. ഇനി റാറ്റ് വരാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് 6 ജനറേറ്റേഴ്സ് ആണുള്ളത്. ഓരോ എഞ്ചിനിലും ഈ 2 ജനറേറ്റേഴ്സ്, മെയിൻ ജനറേറ്റേഴ്സ് ഓരോ എഞ്ചിനിലും ഈ 2 ഉണ്ട്. കൂടാതെ ഇതിനകത്ത് ഓക്സിലറി ഇൻവേർട്ടേഴ്സ് ഓരോന്നുണ്ട്. അപ്പം 2, 2, 4, 2, 6. പിന്നെ 2 കൂടിയുണ്ട്. എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ APU, ഓക്സിലറി പവർ യൂണിറ്റിന്റെ കൂടെ 2 ജനറേറ്റർ, അങ്ങനെ 8 ജനറേറ്റർ. കാരണം ഇത് ഫുള്ളി ഇലക്ട്രിക്കലി ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള, ഇലക്ട്രിക്കലി ഡ്രിവൻ ആയിട്ടുള്ള ഒരു വിമാനമാണ്. അതിന്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ പോലെയുള്ള മറ്റുള്ള വിമാനങ്ങളെ അപേക്ഷിച്ച് 787-ന്, ഡ്രീം ലൈനറിന് 25% ഫ്യൂവൽ കൺസംഷൻ കുറവാണ്. ആ ഫ്യൂവൽ കൺസംഷൻ 25% കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരുപാട് സാധാരണ കൺവെൻഷണൽ വിമാനങ്ങളിലുള്ളതിൽ ഒരുപാട് ഹൈഡ്രോളിക് സിസ്റ്റംസ് ഇവർ ഒഴിവാക്കിയത് ഇലക്ട്രിക്കലാക്കി. ഒരുപാട് ന്യൂമാറ്റിക് സിസ്റ്റംസ്, എയർ പ്രഷർ കൊണ്ട് വർക്ക് ചെയ്യുന്ന സിസ്റ്റംസിനെ ഇവർ ഇലക്ട്രിക്കലാക്കി. അങ്ങനെ ആ ഒരുപാട് ഹൈഡ്രോളിക് ഫ്ലൂയിഡും അതിന്റെ പൈപ്പ് ലൈനും അതിന്റെ പിന്നെ എന്താ പറയാ അതിനുള്ള മറ്റുള്ള വാൽവുകളും ഇതെല്ലാം ഒഴിവാക്കി കുറച്ച് വയറിങ്ങും അതിന്റെ ആക്ച്വേറ്റേഴ്സും പിന്നെ ഒരു ഇലക്ട്രോണിക് കൺട്രോൾ സംവിധാനവും മാത്രം ആക്കി കഴിഞ്ഞപ്പോൾ 25% ഫ്യൂവൽ കൺസംഷൻ കുറയ്ക്കാനായിട്ട് ഇതിന് സാധിച്ചു. അപ്പൊ ഇവിടെ ഇത്രയധികം സ്റ്റാൻഡ് ബൈ അതിന്റെ സ്റ്റാൻഡ് ബൈ ലിഥിയം അയൺ ബാറ്ററീസ് ഇതെല്ലാം കഴിഞ്ഞാൽ റാറ്റ് ഇത്രയും പവർ ഫെയിലിയർ വന്നുകൂടാഴികയില്ല. തീർച്ചയായിട്ടും നമുക്ക് പവർ ഫെയിലിയർ ഉണ്ടായത് കൊണ്ടാണല്ലോ റാറ്റ് പ്രവർത്തിച്ചു തുടങ്ങിയത്. അപ്പോൾ അത് അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ടല്ലേ റാറ്റ് പ്രവർത്തിച്ചിരുന്നു എന്ന്? റാറ്റ് അവിടെ ഞാൻ പറയാം, റാറ്റ് പ്രവർത്തിച്ചില്ല, റാറ്റ് ആക്ടിവേറ്റ് ആയിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. കാരണം ഈ പറഞ്ഞ തനിയെ ഓൺ ആവുകയാണല്ലോ, പൈലറ്റുമാരല്ലല്ലോ അത് നിയന്ത്രിക്കുന്നത്. 2 ഓപ്ഷൻ ഉണ്ട്. റാറ്റ് ഓട്ടോമാറ്റിക്കലി, കാരണം ബാക്കി പവർ എല്ലാം പോയി കഴിഞ്ഞാൽ റാറ്റ് ഓട്ടോമാറ്റിക്കലി താഴെ വന്നിട്ട് അത് ഓണാവും. എന്ന് പറയാൻ താഴോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിന് വേറെ ഒന്നും വേണ്ട. ഈ ഇൻകമിങ് എയർ, റാം എയർ വന്നിട്ട് ഈ എയർ കൊണ്ട് ഇതിന്റെ പ്രൊപ്പല്ലറിന് 2 പ്രൊപ്പല്ലർ ഉണ്ട്, ഇതിൽ അതിനെ കറക്കിയിട്ട് ഇത് പവർ ജനറേറ്റ് ചെയ്യും. അങ്ങനെ എമർജൻസി ആയിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം ഇത് പവർ കൊടുക്കും. അപ്പൊ റാറ്റ് പിന്നെ ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. പക്ഷേ റാറ്റ് ഓൺ ആയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇല്ല എന്നുള്ളതാണ് എൻ്റെ നിഗമനം. കാരണം റാറ്റിന് ശരിയായിട്ട് പെർഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏതാണ്ട് 250 to 300
പിന്നെ km/h സ്പീഡിൽ വിമാനം പറക്കുകയാണെങ്കിൽ ഇതിന് വേണ്ടത്ര എയർ പ്രഷർ കിട്ടുള്ളൂ റാറ്റിന് നന്നായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇവിടെ ടേക്ക് ഓഫ് റണ്ണിൽ ഇതിന്റെ പവർ എല്ലാം ലൂസ് ചെയ്തിട്ട് മുന്നോട്ടുള്ള സ്പീഡ് ലൂസ് ചെയ്ത ഈ വിമാനത്തിന്റെ കണ്ടീഷൻ അത് പെട്ടെന്ന് തന്നെ പിന്നീട് പോയി ഏതാനും സെക്കൻഡ് കഴിയുമ്പോൾ ക്രാഷ് ആകുമായിരുന്നു. അപ്പൊ ഇടയ്ക്ക് ആ ലോസും കൂടെ ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ഒരു കല്ല് വീഴുന്ന പോലെ വീണ് കഴിഞ്ഞു. അപ്പൊ ഈ സമയത്ത് ഈ റാറ്റിന് അതിന്റെ ഒപ്റ്റിമം പെർഫോമൻസ് കൊടുക്കാൻ വേണ്ടത്ര എയർ സ്പീഡ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയില്ല. കാരണം ഈ ഒരു 250യേക്കാളും കുറഞ്ഞ സ്പീഡിലായിരിക്കും. അതായത് ഒരു 150 നോട്ടിക്കൽ മൈൽ എന്നൊക്കെയാണ് റാറ്റിന്റെ മിനിമം പെർഫോമൻസിന് വേണ്ടിയിട്ടുള്ള സ്പീഡിനെ പറയുന്നത്, എയർ സ്പീഡിനെ പറയുന്നത്. അപ്പൊ അത് കിട്ടിയിട്ടുണ്ടാകാനുള്ള സാധ്യതയില്ല. അപ്പൊ റാറ്റ് ആക്ടിവേറ്റ് ആവും, അത് ഓട്ടോമാറ്റിക്കലി. ഇനി അത് മഞ്ജുഷിന്റെ ചോദ്യം കൂടെ പറയാം. 2 ഓപ്ഷനാണ്. ഒന്ന്, റാറ്റ് ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആവും, ആക്ടിവേറ്റ് ആകും. അല്ലാന്നുണ്ടെങ്കിൽ പൈലറ്റിന് മാനുവലി വേണമെങ്കിലും റാറ്റിനെ ആക്ടിവേറ്റ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി പക്ഷേ വ്യോമയാന വിദഗ്ധർ പറഞ്ഞത് ഞാൻ കുറച്ച് ചില കാര്യങ്ങൾ വായിച്ചതിൽ നിന്ന് മനസ്സിലാവുന്ന ഡ്രീം ലൈനറിൽ ഓട്ടോമാറ്റിക് ആണെന്നാണ്. അല്ലല്ല, ഓട്ടോമാറ്റിക് ആണ്. പക്ഷെ വേണ്ടി വന്ന പൈലറ്റിന് ഇത് മാനുവലി വേണമെങ്കിലും ഓപ്പറേറ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. പൈലറ്റ് ഫീൽ ചെയ്യാണ് പവർ പിന്നെ എനിക്ക് നഷ്ടപ്പെടുന്നുണ്ട്, ഇലക്ട്രിക് പവർ കിട്ടുന്നില്ല എന്ന് തോന്നുമ്പോൾ, എന്നിട്ട് റാറ്റ് വരുന്നില്ല എന്ന് തോന്നുവാണെങ്കിൽ മാനുവലി റാറ്റിനെ പിന്നെ ആക്ടിവേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ പൈലറ്റിന് രണ്ടും ഉണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കും ഉണ്ട്, മാനുവലും ഉണ്ട്. ശരി, ശ്രീ ഷോബി ടി പോൾ, എന്തായാലും ഈ ഒരു നിഗമനത്തിലേക്കാണോ താങ്കളും എത്തുന്നത്? താങ്കൾക്കും ഈ രംഗത്ത് പ്രവൃത്തി പരിചയമുള്ള ആളാണല്ലോ. തീർച്ചയായിട്ടും അത് ശരിക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ അതുകൊണ്ട് ഒന്നിനും നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഒരു അസംപ്ഷൻ ആണ് യഥാർത്ഥത്തിൽ പറയുന്നത്. അപ്പോൾ ഈ ഞാൻ രാവിലെ പറഞ്ഞ മാതിരി തന്നെ ത്രസ്റ്റ് പോയിട്ടാണ് ഈ എയർക്രാഫ്റ്റ് ഡൗൺ ആവുന്നത്. അതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൈലറ്റിന്റെ പിഴ വളരെ കുറവായിരിക്കും എന്ന് എനിക്ക് ഇപ്പോഴും തോന്നുന്നുണ്ട്. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് ആ ടേക്ക് ഓഫ് മോഡിലാണ് എയർക്രാഫ്റ്റ് താഴേക്ക് വരുന്നത്. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എഞ്ചിൻ നാച്ചുറലി ഒരു എഞ്ചിൻ, ആദ്യം സാർ പറഞ്ഞ മാതിരി തന്നെ ഒരു എഞ്ചിന് ഇതിനെ ത്രസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ട്. ഈ പറഞ്ഞ മാതിരി അത് പ്രൂവ്ഡ് ആണ്. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഫ്ലാപ്പിന്റെ കാര്യം ഇത് ചെയ്തിരുന്നില്ല, സോറി ഫ്ലാപ്പ് അല്ല, റാറ്റിന്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ. ഇത് ഈ ബോയിങ്ങിന്റെ ഈ എയർക്രാഫ്റ്റ് ശരിക്കും വളരെ ഈ ഡ്രീം ലൈനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും സേഫ്റ്റി വൈസ് ഏറ്റവും നല്ല എയർക്രാഫ്റ്റുകളിൽ ഒന്നാണ്. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പൈലറ്റിന് പോലും സപ്പോർട്ട് കൊടുക്കുന്ന ടൈപ്പ് ഈ സേഫ്റ്റി സിസ്റ്റംസും അതിലെ കമ്പ്യൂട്ടറൈസേഷനുമാണ് ഉള്ളതെന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു എയർക്രാഫ്റ്റിന് ഇത് ഈ എന്തെങ്കിലും രീതിയിൽ ഇതെങ്ങനെയാണ് പെട്ടെന്ന് ഇത് ചെയ്തിരിക്കുന്ന ആ ത്രസ്റ്റ് നഷ്ടപ്പെടാനുള്ള കാരണം എന്നുള്ളതിനെ പറ്റി ഒരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. അത് ഇനിയും ഇൻവെസ്റ്റിഗേഷൻ നടക്കേണ്ടിയിരിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇതൊരു സാധ്യതയാണ്, ഇപ്പൊ സാറ് പറഞ്ഞ ഒരു സാധ്യതയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇപ്പോഴും പെട്ടെന്ന് ഒരു ഫ്യൂവല് കട്ടാവുക, അല്ലെങ്കിൽ ആ ടോട്ടൽ കമ്പ്യൂട്ടറൈസേഷൻ സിസ്റ്റം കട്ടായി പോവുക, അത് ബിയോണ്ട് ദ കൺട്രോള് ഈ കാര്യങ്ങളാവുക എന്നുള്ളതാണ്. കാരണം പൈലറ്റ് ഇപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഒരു മോഡിലേക്ക് ഇട്ടാൽ കൂടി, അല്ലെങ്കിൽ ഇതിന്റെ ഒരു ആ പ്രോസസ്സിങ്ങിനെല്ലാം ഇത് ഇലക്ട്രോണിക് ഈ സിസ്റ്റം നമ്മൾക്ക് ഗൈഡൻസ് മീൻസ് പൈലറ്റിന് ഗൈഡൻസ് കൊടുത്തോണ്ടിരിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് വി കനോട്ട് കൺക്ലൂഡ് എനിത്തിങ്. ആക്ച്വലി ഈ ത്രസ്റ്റ് കൊണ്ട് പോയിട്ട് ഇത് താഴെ പോന്നിരിക്കുന്നു എന്ന് മാത്രമാണ് പറയാനുള്ളത്. കാരണം അത് ഇപ്പോഴും പറയണു ടേക്ക് ഓഫ് മൂഡിലാണ് എയർക്രാഫ്റ്റ്. ആക്ച്വലി അത് ഹൈ ആൾട്ടിറ്റ്യൂഡ് ഗെയിൻ ചെയ്തു. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 600 ഫീറ്റ് മേളിൽ എത്തിക്കഴിഞ്ഞു. പിന്നീട് പെട്ടെന്ന് എന്തെങ്കിലും ഒരു സപ്ലൈ കട്ടാവുക, അല്ലെങ്കിൽ ശരിക്കും ഒരു സിസ്റ്റം ട്രബിൾ ആവുക, അങ്ങനെയാണ്. ഇപ്പം നമ്മൾ ആദ്യം രാവിലെയൊക്കെ പറഞ്ഞു കേട്ടില്ലായിരുന്നു പലരും ഈ എന്താണ് ലാൻഡിങ് ഗിയർ, അതൊന്നും ഒരു പ്രശ്നമേ അല്ല. കാരണം അതെന്തൊക്കെയാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലാൻഡിംഗ് ഗിയർ പവർ, ഈ എഞ്ചിൻ പവർ ഉണ്ടെങ്കിൽ ലാൻഡിംഗ് ഗിയർ ഒരു ബോധേടാവേണ്ട കാര്യം പോലും ഇല്ല. അത് ഒരു വലിയൊരു കൺസേൺ ഒന്നും അല്ല. ഇത് ഈ ത്രസ്റ്റിൽ നേരെ ഇത് മേളിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുക. ഒരു കൗണ്ടർ ഉണ്ട്. എന്താണ് ശ്രീ രഘുനാഥ് നായർ? അതായത് പിന്നെ ഷോബി ഇപ്പോൾ പറഞ്ഞത് കറക്റ്റാണ്. ലാൻഡിംഗ് ഇപ്പൊ അത്രയും എഞ്ചിൻ ത്രസ്റ്റ് ഉണ്ടെങ്കിൽ ലാൻഡിംഗ് ഗിയർ പ്രശ്നമേ അല്ല. ഇവിടെ നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ വേണ്ടത്ര ഓൾട്ടിറ്റ്യൂഡ് ഗെയിൻ ചെയ്തിട്ടില്ല, നമ്പർ 1. അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ ലാൻഡിംഗ് ഗിയർ ഡൗൺ ആയിട്ട് ഇരിക്കുകയും ഫ്ലാപ്പ് റിട്രാക്റ്റഡ് ആയിട്ട് ഇരിക്കുകയും ചെയ്ത, കാരണം ഫ്ലാപ്പ് ഇതിന് ലിഫ്റ്റ് കൊടുക്കുന്ന ഒരു ഘടകമാണ്. ഈ എയർക്രാഫ്റ്റ് ലിഫ്റ്റ് കൊടുക്കാനായിട്ട് ടേക്ക് ഓഫിൽ ഫ്ലാപ്പ് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്യും, ലാൻഡിങ്ങിലാണ് കുറച്ച് കൂടുതൽ എക്സ്റ്റെൻഡ് ചെയ്യും, കാരണം കൂടുതൽ ലിഫ്റ്റ് വേണം.
അപ്പോൾ എയർക്രാഫ്റ്റിനെ ലിഫ്റ്റ് കൊടുക്കുന്ന ഈ എയർക്രാഫ്റ്റിനെ ഫ്ലോട്ടിങ്ങിലാക്കി നിർത്താനായിട്ട് ലോ സ്പീഡിൽ സഹായിക്കുന്ന ഘടകമാണ് ഫ്ലാപ്പ്. അപ്പോൾ ഇനീഷ്യലി അതിന് സ്പീഡ് കുറവാണ്. അപ്പോൾ ലാൻഡിംഗ് ഗിയറും കൂടി എക്സ്റ്റൻഡഡ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഇതിന്റെ പുറത്തുള്ള ഡ്രാഗ് ഒരുപാടായിരിക്കും. കാരണം 3 ലാൻഡിംഗ് ഗിയർ വരുന്നുണ്ട്, വീൽ വെൽ ബേയുടെ ഡോറ് വരുന്നുണ്ട്, പിന്നെ എയർ തീർച്ചയായിട്ടും വീൽ വെൽ ബേയുടെ അകത്തേക്ക് കയറുമ്പോൾ അതുകൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ ലാൻഡിംഗ് ഗിയർ മെക്കാനിസത്തിന്റെ ഡ്രാഗ് മാത്രമല്ല, വീൽ വെൽ ബേ ഓപ്പൺ ആണ്. അപ്പൊ അതിന്റെ ഡോറയിലുള്ള ഡ്രാഗ്, വീൽ വെൽ ബേയുടെ അകത്തേക്ക് എയർ അടിച്ച് കയറുമ്പോൾ അതിൽ നിന്നുള്ള ഡ്രാഗ്, അങ്ങനെ ഒരുപാട് ഡ്രാഗ് ഇതിൽ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ടോപ്പ് പ്രയോറിറ്റി ഇവർ എത്രയും പെട്ടെന്ന് ഇതിനെ റിട്രാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പൊ ഈ ഒരു കോമ്പിനേഷൻ അതിന് ആ ലിഫ്റ്റ് ലൂസ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. കാരണം സ്പീഡ് താരതമ്യേന കുറവാണ് ഈ ഒരു സമയത്ത്. അതുകൊണ്ട് താങ്ക് യു. ശരി, നേരത്തെ ഈ ഓക്ലൻഡിൽ ഇങ്ങനെ ഒരു അപകടത്തിന്റെ മുനമ്പിൽ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു, പെട്ടെന്ന് ഇറക്കുവാൻ സാധിച്ചു, അവിടെ അങ്ങനെ ഒരു വലിയ അപകടം ഒഴിവാക്കി. അന്ന് ഡ്രീം ലൈനറിന് നൽകിയിരുന്ന ചില മുന്നറിയിപ്പുകളുണ്ട്, അത് പാലിച്ചില്ല എന്ന് മനസ്സിലാക്കേണ്ടി വരുമോ ശ്രീ മോഹനൻ പിള്ള? ഈ ആ ഒരു ആസ്പെക്റ്റിലോട്ട് നമ്മൾ ഇപ്പോഴും സിറ്റുവേഷൻസ് വളരെ വേഗമാണ്. എവരിബഡി എല്ലാവരും ഡിഫറെന്റ് ഒപ്പീനിയൻ, പോസിബിലിറ്റി, പ്രോസ് ആൻഡ് കോൺസ്, ഇറ്റ് മേ ഹാപ്പൻ, ഇതായിരിക്കും ഒരു കാരണം, ഇതായിരിക്കും ഒരു കാരണം എന്നുള്ള രീതിയിലാണ് ഇത് പറയുന്നത്. പക്ഷെ ഇതിനകത്ത് ഫണ്ടമെന്റലായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിഷ്വലൈസ് ചെയ്യുന്ന സോഫ്റ്റ്വെയറിന്റെ പ്രോബ്ലം തന്നെ ആയിരിക്കാം എന്നുള്ള രീതിയിലേ നമുക്കത് കാണാൻ പറ്റുള്ളൂ. ബാറ്ററി, ഇത് രണ്ടും നേരത്തെ ഉള്ള ഡ്രീം ലൈനറിന്റെ ബേസിക് പ്രോബ്ലം ആണെന്ന് അത് കണ്ടുപിടിച്ചിട്ടുള്ളതാണ്. അതിന്റെ സോഫ്റ്റ്വെയർ ആൻഡ് ബാറ്ററി എന്നുള്ളതാണ് ബേസിക് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ഈ ഡ്രീം ലൈനറിന് ബേസിക് ആയിട്ട് നടന്നിട്ടുള്ള ഒരു കാര്യം. പിന്നെ ഇത് പൈലറ്റ് എറർ എന്നുള്ള രീതിയിൽ ഒരു കാരണവശാലും നമുക്ക് പറ്റില്ല. ബിക്കോസ് ദേ ഓൾറെഡി ഗോട്ട് അഡിക്വേറ്റ് എക്സ്പോഷർ ഓഫ് ഫ്ലൈയിങ് അവേഴ്സ് ആൻഡ് ഓൾ. ഈവൻ ദ പൈലറ്റ് ഓൾസോ ഗോട്ട് അഡിക്വേറ്റ് ഫ്ലൈയിങ് അവേഴ്സ്. അപ്പൊ അതൊന്നും നമുക്ക് അത്ര ഒരു ഇതായിട്ട് കാണാൻ പറ്റില്ല. പക്ഷേ ഇതിനകത്തുള്ളത് ടോട്ടൽ ഡൗൺ ആയി നമ്മളത് പറഞ്ഞ പോലെ തന്നെ ടേക്ക് ഓഫ് പിന്നെ ബാക്ക് പവർ കിട്ടാതെ അത് പൈലറ്റ് അത് ഞാൻ പറഞ്ഞല്ലോ, വിത്തിൻ റൺവേ നിയർ ബൈ ആണെന്നുണ്ടെങ്കിൽ എയർപോർട്ടിന്റെ അല്ലെങ്കിൽ റഡാർ വിസിബിലിറ്റിക്ക് അകത്തുണ്ടെങ്കിൽ പോലും, അപ്പം സ്വാഭാവികമായിട്ടും പൈലറ്റ് ബേസിക് ആയിട്ട് ശ്രമിക്കുന്നത് തിരിക്കാനുള്ള ഒരു ശ്രമമാണ് സാധാരണഗതിയിൽ നടത്തുന്നത്. കാര്യം തിരിച്ച് റൺവേയിൽ ഇറക്കുക എന്നുള്ള ഒരു ശ്രമം, ആ ഒരു ഉദ്യമം. പക്ഷെ അത് വീണ്ടും ഒരു കാരണവശാലും പവർ കിട്ടാതെ വന്നതുകൊണ്ടാണ് ആ പൈലറ്റ് അത് വീണ്ടും ഒരു പിന്നെ ചെയ്യാൻ പറ്റുന്ന എന്താണ്, വളരെയധികം ഏതെങ്കിലും ഒരു ഫ്ലാറ്റ് സർഫസ്, അഥവാ ഐ മീൻ കുറച്ച് ഏരിയ ഉള്ള സ്ഥലത്തോട്ട് എങ്ങനെയെങ്കിലും ലാൻഡ് ചെയ്യാനായിട്ട് നോക്കുന്നു, അല്ലെങ്കിൽ അങ്ങോട്ട് തിരിച്ചുവിടാൻ ശ്രമിക്കുന്നു എന്നുള്ള ആ ഒരു അസംഷൻ, ബേസിക് അസംഷനിലോട്ടാണ് നമ്മൾ ആ ഒരു രീതി നോക്കിയാൽ അത് ഇവിടുത്തെ സിറ്റുവേഷനുമായിട്ട് സൂട്ട് ആവുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. കാര്യം അവിടെ കുറെ ഗ്യാപ്പായിട്ടുള്ളത്, അത്രയും ഇൻബിൽറ്റ് ഏരിയാസ് ഒരുപാടുള്ളപ്പോൾ ഈ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഹോസ്റ്റലും വളരെ വാസ്റ്റ് ഏരിയ ഉള്ളിടത്തോട്ട് അതിനെ ഡൈവേർട്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചു. കാര്യം വിത്തിൻ ദാറ്റ് ലിമിറ്റ് ആണ് അത് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഈ ബാക്കിയുള്ള തിയറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് തീർച്ചയായിട്ടും അറിയാമല്ലോ, ഇത് റഡാറിലും അതുപോലെ തന്നെ CCTVയിലും ഒക്കെ അതിന്റെ ഇത് വരുന്നുണ്ട്. അപ്പൊ DGCA ഇപ്പൊ പറയുന്നത് ആ പക്ഷി ഇടിച്ചു എന്നുള്ള ഒരു കൺസെപ്റ്റ്, ഇതൊക്കെ വീണ്ടും റീഅനലൈസിസ് ചെയ്യുമെന്നുള്ള രീതിയിലേക്കാണ് പോകുന്നത്. ബിക്കോസ് ആരും ഇതുവരെ ഒരു കോൺക്രീറ്റ് അനാലിസിസ് ഇതുകൊണ്ടായിരിക്കാം ഇത് എന്ന് മാത്രം ആയിരിക്കാം എന്നുള്ള രീതിയിൽ മാത്രമേ ഇത് വന്നിട്ടുള്ളൂ. അപ്പം ഇനിയിപ്പം ദാറ്റ് ബ്ലാക്ക് ബോക്സ് അത് അതിന്റെ അനലൈസിസ് കഴിഞ്ഞതിന് ശേഷം എന്താണ് അത്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അത് ഓപ്പൺ ആയിട്ട് വിടാൻ പറ്റുമോ, ഐ മീൻ പബ്ലിക് ഡൊമൈനിലോട്ട് അത് ആ ഒരു സിറ്റുവേഷൻ അനലൈസ് ചെയ്യാൻ പറ്റുമോ, ഇറ്റ് വിൽ അഫക്ട് ദെയർ ക്രെഡിബിലിറ്റി. അപ്പം അതെല്ലാം കൂടി നോക്കുമ്പോൾ എല്ലാ ആംഗിളിലും നോക്കിയാൽ അത് അവർ ന്യൂസ് വെളിയിൽ വിടുകയുള്ളൂ എന്താണ് ടെക്നിക്കൽ. ബട്ട് ബേസിക്കലി അത് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ഒരു ടെക്നിക്കൽ സ്നാഗ് എന്നുള്ള രീതിയിൽ തന്നെ അതങ്ങ് ക്ലോസ് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ വരാം എന്ന് മാത്രമേ ഞാനത് വിഷ്വലൈസ് ചെയ്യുന്നുള്ളൂ. അല്ലാതെ വേറെ ഒരു രീതിയിലും ഇത് വരുന്നില്ല. പിന്നെ ഈ ക്വസ്റ്റ്യൻ വരുന്നത് എപ്പോഴും സേഫ്റ്റി മെഷേഴ്സിൽ തന്നെയാണ്. അത് അഡിക്വേറ്റ് ആയിട്ടുള്ള സേഫ്റ്റി പ്രിക്കോഷൻസ് അത് അവർ ചെയ്തിരുന്നു എന്നുള്ള ആ ഒരു ക്വസ്റ്റ്യൻ എവറി ടൈം ഇറ്റ് കംസ്. അപ്പം ആ ഒരു ആംഗിളിൽ മാത്രമേ നമുക്ക് മനുഷ്യരെ കാണാനായിട്ട് പറ്റുകയുള്ളൂ. കാര്യം സേഫ്റ്റി മെഷേഴ്സിന് ആ ഏജൻസി അത് വളരെ ക്ലിയർ ആയിട്ട് അതിനുള്ള ആ ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഫോളോ ചെയ്തോ കറക്റ്റായിട്ട് എന്നുള്ളതാണ് അവിടുത്തെ ക്വസ്റ്റ്യൻ. ഈവൻ AC വർക്ക് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ലൈറ്റ് വർക്ക് ചെയ്യുന്നില്ല, അതൊക്കെ സെക്കൻഡറി ആണെന്നിരുന്നാൽ പോലും ആ സമയത്ത് പോലും അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നേരത്തെ ഈ ടാറ്റ ടേക്ക് ഓവർ ചെയ്യുന്നതിന് മുമ്പ് എയർ ഇന്ത്യ എന്തെങ്കിലും ഒരു മൈൽഡ് പ്രോബ്ലം ഉണ്ടെങ്കിൽ പോലും അവർ ഫ്ലൈയിങ് സ്റ്റോപ്പ് ചെയ്യുമായിരുന്നു.
അപ്പം അന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വാസ് പ്യുവർലി അണ്ടർ ദി ഗവൺമെന്റ് കൺട്രോൾ. അപ്പോൾ അത് ഒരു ഫ്ലൈയിങ് പോയില്ല, അല്ലെങ്കിൽ ഒരു തോട്ടി പോയില്ല എന്ന് വെച്ച് കഴിഞ്ഞിട്ട് വലിയ അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ലോസ് ഒന്നും ഇല്ല. പക്ഷെ ഇപ്പം ഈ കോമ്പറ്റേറ്റീവ് ഫീൽഡിൽ മാക്സിമം ഫ്ലൈയിങ് ആണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പാസഞ്ചേഴ്സിനെ കൊമേഴ്ഷ്യലൈസ് ചെയ്തിട്ട് മാക്സിമം ഇൻകം ഏൺ ചെയ്യുക എന്നുള്ളത്. അവിടെ ആ ഒരു ആംഗിളിലോട്ട് വന്നു കഴിഞ്ഞപ്പം ഇവിടെ നമ്മുടെ സേഫ്റ്റി മെഷേഴ്സിൽ ലാക്സിറ്റി വന്നു എന്നുള്ള ഒരു രീതിയിലോട്ടും കൂടി നമുക്ക് വിരൽ ചൂണ്ടേണ്ടിയിരിക്കുന്നു. കാര്യം ഡൽഹിയിൽ നിന്ന് അഹമ്മദാബാദിലോട്ട് വന്ന സമയത്ത് തന്നെ അതിലുണ്ടായിരുന്ന പാസഞ്ചേഴ്സ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ചില ഇലക്ട്രിക് AC ആയാലും അതിൻ്റെ സിസ്റ്റംസ്, ഇന്റേണൽ സിസ്റ്റം ഉണ്ടല്ലോ, ബേസിക്കലി അമ്യൂണിറ്റീസ്, അപ്പം അതൊന്നും വർക്ക് ചെയ്യുന്നില്ല എന്നുള്ള ഒരു കാര്യം നേരത്തെ തന്നെ അറിയാവുന്നതായിരുന്നു. അപ്പം ആ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും നമ്മൾ ആ ഒരു രീതിയിലാണ് അത് കാണേണ്ടത്. കാര്യം ഇതിന്റെ പ്രൈമറി വിത്തിൻ ഷോർട്ട് സ്പാൻ ഓഫ് ടൈം അത് വരും, അത് ടെക്നിക്കൽ സ്നാഗ് ആയിരിക്കും എന്നുള്ള രീതിയിൽ നമുക്കത് കാണാനായിട്ട് പറ്റുള്ളൂ. അത് അങ്ങനെ തന്നെ ആ ഫയൽ ക്ലോസ് ശരി, ശ്രീ രഘുനാഥ് നായർ, അതിനുള്ള താങ്കൾക്ക് അതിനകത്ത് എതിർപ്പുണ്ടെന്ന് തോന്നുന്നു, അത് എഞ്ചിനുമായിട്ട് ബന്ധമില്ല എന്ന് ഇന്നലെ താങ്കൾ പറഞ്ഞിരുന്നു. അതെ, ഞാൻ പറഞ്ഞത് അതൊരു ക്ലാരിഫിക്കേഷനാണ്. അതായത് ഈ AC വർക്ക് ചെയ്യുന്നത് APU ആണ് പവർ ചെയ്യുന്നത് ഗ്രൗണ്ടിൽ. കാരണം ഈ ഓക്സിലറി പവർ യൂണിറ്റ് എന്ന് പറയുന്നത് ഇതിനകത്ത് വെച്ചിരിക്കുന്നത്, അതിന്റെ കൂടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 ജനറേറ്റർ ഉണ്ട്. അപ്പൊ ഗ്രൗണ്ടിൽ ഇതിന് വേണ്ട പവർ സപ്ലൈ റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യാനും എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള പവർ സപ്ലൈ റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യാനും ഇതുപോലെ എയർ കണ്ടീഷനും ഒക്കെ ഉള്ള പവർ സപ്ലൈ റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇത് ഉപയോഗിക്കുന്നത്, APU ഉപയോഗിക്കുന്നത്. APUവിൽ നിന്നാണ് ബാക്കിയുള്ള ഇന്റേണൽ ഈ പറഞ്ഞ ബാക്കിയുള്ള ഫെസിലിറ്റീസിലേക്കെല്ലാം പവർ സപ്ലൈ കൊടുക്കുന്നത്. അപ്പൊ അത് എന്തെങ്കിലും കാരണവശാല് അവര് APU ഓൺ ചെയ്യാത്തതോ അങ്ങനെ വല്ലതും വന്നു കഴിഞ്ഞാൽ ഇത് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇവിടെ എൻറ്റയർ ഫ്ലൈറ്റിൽ AC-യും അതിനകത്തെ എമ്യൂണിറ്റീസും ഫെസിലിറ്റീസും വർക്ക് ചെയ്തിട്ടില്ല എന്നല്ല പറഞ്ഞിരിക്കുന്നത്. ബിഫോർ ടേക്ക് ഓഫ് ഈ വീഡിയോ എടുത്തിട്ട് എയർക്രാഫ്റ്റ് ഗ്രൗണ്ടിൽ നിൽക്കുന്ന സമയത്ത്, ടേക്ക് ഓഫിന് മുമ്പായിട്ട് ആൾക്കാർ ബോർഡിംഗ് കഴിഞ്ഞതിന് ശേഷമുള്ള സമയത്തെ വീഡിയോ ആണ് വന്നിരിക്കുന്നത്. അല്ല, അദ്ദേഹം ഡൽഹിയിൽ നിന്ന് അഹമ്മദാബാദിലേക്ക് യാത്ര ചെയ്യുമ്പോഴായിരുന്നു. പാസഞ്ചർ വാസ് അക്യൂസിംഗ് സേയിങ് ദാറ്റ് ഞാൻ ഇതിനകത്ത് കയറി പോയല്ലോ, പെട്ടുപോയ രീതിയിലാണ് കമന്റ് ഇട്ടത്. അഹമ്മദാബാദിൽ കയറിയപ്പോഴല്ല, ഡൽഹിയിൽ നിന്ന് അഹമ്മദാബാദിലേക്കുള്ള യാത്രക്കിടെയായിരുന്നു. അല്ല, അത് ഡ്യൂറിംഗ് ട്രാവൽ ആണ്, ഓൺ ദ ഗ്രൗണ്ട് ആയിരുന്നു. ഡൽഹി എയർപോർട്ടിൽ ബോർഡിങ്ങിന് ശേഷം, ഇത് ടേക്ക് ഓഫ് ചെയ്യുന്നതിന് മുമ്പുള്ള സമയത്തല്ലേ ഇത് വന്നത്? അല്ല, ബട്ട് യു ആർ സേയിങ് ദാറ്റ് മേ ബി യു മേ ബി റൈറ്റ്, ബട്ട് വാട്ട് പാസഞ്ചർ എന്താ പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇതിനകത്ത് പെട്ടുപോയി, ഇതിനകത്ത് ഒരു സിസ്റ്റം വർക്ക് ആവുന്നില്ല, AC വർക്ക് ആവുന്നില്ല. ആ സമയത്ത് ടേക്ക് ഓഫിന് ശേഷം തീർച്ചയായിട്ടും മൊബൈൽ വെച്ചിട്ട് ഇതൊക്കെ എടുക്കാൻ എന്ന് പറയുന്നതും സ്വല്പം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കാം. കാരണം ബിഫോർ ടേക്ക് ഓഫ് ഇതെല്ലാം ഓഫ് ചെയ്യാനായിട്ട്, ഗാഡ്ജറ്റ്സ് എല്ലാം ഓഫ് ചെയ്യാൻ പറയും. ബിഫോർ ടേക്ക് ഓഫ് ആൻഡ് ബിഫോർ ലാൻഡിംഗ് ഇതെല്ലാം ഓഫ് ചെയ്യാൻ പറയും. അപ്പൊ നാച്ചുറലി ഇത് എടുത്തിരിക്കുന്ന ആൾക്കാർ വീശിക്കൊണ്ടിരിക്കുന്നതും എല്ലാം നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺ ദ ഗ്രൗണ്ട് ആണ് ഡൽഹി എയർപോർട്ടിൽ. അപ്പൊ അത് ഈ APU ഓൺ ചെയ്യുന്നതിന് മുമ്പുള്ള സമയമാണ്. ഒരു പക്ഷേ ആ സമയം കൊണ്ട് ഗ്രൗണ്ട് പവർ കൊണ്ട് അവർ മാനേജ് ചെയ്തിരിക്കുക, അത് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല എന്തായിരുന്നു എന്നുള്ളത്. അപ്പം AC-യുടെ പവർ, ഇതിന്റെ മെയിൻ എഞ്ചിൻ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ AC-യുടെ പവർ മെയിൻ എഞ്ചിനിൽ നിന്നാണ് വരുന്നത്. മെയിൻ എഞ്ചിൻ ഓൺ ചെയ്യുന്നത് വരെ APU നിന്നാണ് ഇതിന്റെ പവർ വരുന്നത്. അപ്പൊ APU ഓൺ ചെയ്തിട്ടുണ്ടാവില്ല ഫോർ സം റീസൺ. അല്ലാന്നുണ്ടെങ്കിൽ APU ഓൺ ചെയ്തിട്ട് അത് ഇങ്ങോട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവില്ല, ഡിസ്ട്രിബ്യൂഷൻ കണക്ട് ചെയ്തിട്ടുണ്ടാവില്ല. അത് ഈ എയർക്രാഫ്റ്റിന്റെ പറഞ്ഞോളൂ. മഞ്ജുഷ, ഞാൻ ഈ ഫീൽഡിൽ എക്സ്പേർട്ട് അല്ല, ബട്ട് ഐ തിങ്ക് ഹി ഈസ് എക്സ്പേർട്ട്. ഒരു കാര്യം ചോദിക്കൂ. കാര്യം ഈ സേഫ്റ്റി ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത് എവരി സോർട്ടിക്ക് മുമ്പായിട്ട് ചെയ്യേണ്ട കാര്യമല്ലേ? അത് ചെയ്തിട്ടുണ്ടോ എന്നുള്ള അത് എല്ലാ ഡീറ്റെയിൽ അല്ലെങ്കിൽ പോലും ബിഫോർ എവരി സോർട്ടി the safety measures and thing has to be taken. അത് എടുക്കണം എന്നുള്ളതാണല്ലോ. അതിനെക്കുറിച്ച് ഒന്ന് ക്ലാരിഫൈ ചെയ്യാമോ? എനിക്കറിയില്ല, ഐ ആം നോട്ട് ദാറ്റ് എക്സ്പേർട്ട് ഇൻ ദാറ്റ്. ഞാൻ വളരെ സിമ്പിൾ എക്സാമ്പിളോട് കൂടി പറയാം. കാരണം ഇതിപ്പോ കേൾക്കുന്ന ആളുകളും നമ്മുടെ അത്രയും എന്തായാലും നോളജ് ഇല്ലാത്ത ആളുകളും കേൾക്കുന്നുണ്ട്. അപ്പൊ സിമ്പിൾ ആയിട്ട് പറയാം. നമ്മളൊരു കാറ് രാവിലെ വീട്ടിൽ നിന്ന് എടുക്കുന്ന സമയത്ത് ഒരു പക്ഷേ അതിന്റെ ഓയിൽ ചെക്ക് ചെയ്യും, അതിനകത്ത് റേഡിയേറ്ററിൽ വെള്ളം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു, അല്ലെ ടയറിലെ ആവശ്യത്തിന് പ്രഷർ ഉണ്ടോ എന്ന് നിൽക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾക്ക് ചെക്ക് ചെയ്യും, അല്ലെ? എന്നിട്ട് നമ്മൾ ഈ കാറ് വീട്ടിൽ നിന്ന് എടുത്തിട്ട് നമ്മളൊരു ലോങ് ജേർണി പോവാണ്. ഇതിനെ കുറച്ച് ദൂരം കഴിച്ചിട്ട് നമ്മൾ എവിടെയെങ്കിലും നിർത്തി ഒരു കടയിൽ കയറി സാധനം മേടിച്ചു, അല്ലെങ്കിൽ ഒരു പെട്രോൾ പമ്പിൽ കയറി പെട്രോൾ അടിച്ചു, അപ്പോൾ വണ്ടി സ്റ്റോപ്പ് ചെയ്തു. അവിടുന്ന് രണ്ടാമത് എടുക്കുന്നതിന് മുമ്പ് ഈ പറഞ്ഞ ചെക്കുകൾ ഒന്നും തന്നെ നമ്മൾ ചെയ്യാറില്ല. ഇവിടെ എയർക്രാഫ്റ്റിനകത്തും രാവിലെ ഈ എയർക്രാഫ്റ്റ് ആദ്യത്തെ ഫ്ലൈറ്റിന് മുമ്പായിട്ട് ഇതിനകത്ത് ഒരു തറോ ചെക്കിങ് നടക്കുന്നുണ്ട്. കംപ്ലീറ്റ് സിസ്റ്റംസും ചെക്ക് ചെയ്യുന്നുണ്ട്.
അതുപോലെ തന്നെ ഇതെല്ലാം കഴിഞ്ഞ് എയർക്രാഫ്റ്റിനെ പാർക്ക് ചെയ്ത് നമ്മൾ തന്നെ മൂടി പുതച്ച് അന്നത്തെ ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ പോകുന്നതിന് മുമ്പായിട്ടും ഇതുപോലെ തന്നെ ലാസ്റ്റ് ഫ്ലൈറ്റ് സർവീസ് എന്ന് പറയും, ഇത് കംപ്ലീറ്റ് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ പിന്നെ സർവീസ് സർവീസിൽ വരുന്നതാണ്. ഇനി ഇൻ ബിറ്റ്വീൻ ഇപ്പം നമ്മളിപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഡൽഹിയിൽ നിന്ന് അഹമ്മദാബാദിലേക്ക് വന്നു, അഹമ്മദാബാദിൽ നിന്ന് ഉടനെ തന്നെ 2 മണിക്കൂർ കഴിഞ്ഞ് ടേക്ക് ഓഫ് ചെയ്യുന്നു. ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ചെക്ക് അവിടെ നടക്കുന്നില്ല. അവിടെ എഞ്ചിനകത്ത് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് നോക്കുന്നു. മിക്കവാറും നമ്മൾ കൂടുതലായിട്ട് നോക്കുന്നത് വിസിബിൾ പ്രോബ്ലംസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കും. പിന്നെ അതിന്റെ ഫ്യൂവൽ ക്വാണ്ടിറ്റി നോക്കും, പിന്നെ അതിന്റെ ടയർ പ്രഷർ നോക്കും, ഈ പറഞ്ഞ പോലെ ബാക്കിയുള്ള പിന്നെ ഹൈഡ്രോളിക് പ്രഷറോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നോക്കും. പിന്നെ ഇപ്പോഴത്തെ മോഡേൺ എയർക്രാഫ്റ്റിൽ വളരെ എളുപ്പമാണ്. കമ്പ്യൂട്ടർ ഒന്ന് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ കമ്പ്യൂട്ടർ തന്നെ ഇതിനകത്തുള്ള സംഗതികൾ മുഴുവൻ ചെക്ക് ചെയ്ത് പരമാവധി സാധനങ്ങൾ ചെക്ക് ചെയ്തിട്ട് എവിടെയെങ്കിലും സസ്പെക്റ്റഡ് എറർ ഉണ്ടെങ്കിൽ അത് നമുക്ക് കാണിച്ചു തരും. ഇവർ സൈൻ ചെയ്യുന്നത് പോലും ആ കമ്പ്യൂട്ടറിന്റെ പ്രിന്റ് ഔട്ടിലാണ്. അപ്പോ അല്ലാതെ ഒരു ഡീറ്റെയിൽഡ് ഇൻസ്പെക്ഷൻ ഏതാ. ശരി, ശ്രീ ഷാബു പ്രസാദ്, ഇപ്പോൾ DGCAയുടെ അന്വേഷണത്തിൽ ഇതുവരെയുള്ള നിഗമനങ്ങളെല്ലാം തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ രാജ്യത്തിന് അവകാശമുണ്ട്, ഓരോ ജനങ്ങൾക്കും അവകാശമുണ്ട് എന്താണ് ഈ അപകടത്തിന് കാരണം എന്ന് കണ്ടെത്തണം എന്ന്. പക്ഷേ അത് വീണ്ടും നീണ്ടു പോവുകയാണല്ലോ. ഇതിപ്പോൾ കണ്ടെത്താൻ പറ്റാത്ത രീതിയിലെ കാര്യങ്ങൾ പോകുമോ എന്നുള്ള സംശയം പോലും ഉയരുന്നുണ്ട്. ഇല്ല, ഇത് കണ്ടെത്താൻ പറ്റാത്ത ഒരു കാരണവും ഇല്ല. അത് കാരണം കണ്ടെത്തും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാര്യം ഇത് ഒന്നാമത് ബ്രോഡ് ഡേ ലൈറ്റിൽ നടന്ന കാര്യമാണത്. എല്ലാ ഫ്ലൈറ്റ് CVRും ബ്ലാക്ക് ബോക്സും എല്ലാം റിക്കവർ ചെയ്തിട്ടുണ്ട്. ഇവിടെ കടലിൻ്റെ മേളിൽ തകർന്ന് വീണ കനിഷ്കയുടെ വരെ ബ്ലാക്ക് ബോക്സ് റിക്കവർ ചെയ്തിട്ട് വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് കാരണം കണ്ടെത്താൻ ഇതിൻ്റെ അകത്ത് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. പിന്നെ ഇതുവരെയുള്ള നിഗമനങ്ങൾ തെറ്റാണെന്ന് DGCA തള്ളിക്കളഞ്ഞിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഏത് നിഗമനം എന്നും കൂടെ മഞ്ജുഷ ഒന്ന് പറയണ്ടേ. ഇവിടെ ഇപ്പോൾ രഘുനാഥ് സാർ പറഞ്ഞ പോലെ ഇപ്പം നമ്മളൊന്ന് സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഏവിയേഷൻ എക്സ്പെർട്ടിൻ്റെ ഒരു പ്രളയമാണ്. എന്തൊക്കെയാണ് വിളിച്ച് പറയുന്നതെന്ന് ഒരു ഇതുമില്ല. ഞാൻ ഇപ്പോഴും എൻ്റെ ഫോണിൻ്റെ അകത്ത് ഞാൻ ഇപ്പോൾ കണ്ടു, ഇത് തീർച്ചയായും അട്ടിമറി തന്നെയാണ്. വേറൊരു കക്ഷി പറയുന്നു ഇത് ലേസർ ഗൈഡഡ് ആയിട്ടുള്ള ലേസർ വെച്ചിട്ട് ഇതിൻ്റെ എഞ്ചിൻ നിശ്ചലമാക്കിയതാണ് എന്ന്. നമുക്ക് ഇത് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത് ഈ ദുർഗാപ്രസാദ് ഖത്രിയുടെ കോട്ടയം പുഷ്പം അതിൻ്റെ നോവലൊന്നും അല്ല ഇത് നമ്മുടെ കൺമുമ്പ് നടന്നൊരു റിയാലിറ്റിയാണിത്. അവിടെ അതുകൊണ്ട് ഈ നിഗമനങ്ങളെ DGCA ഒന്നും മൈൻഡ് ചെയ്തിട്ട് തന്നെ ഇല്ല. അതൊന്നും അല്ല ഇതിപ്പം നമുക്ക് ഇത് വളരെ കൃത്യമായിട്ട് ഇതിൻ്റെ ഈ കുറച്ച് ഏവിയേഷനിൽ ഇൻട്രസ്റ്റ് ഉള്ള ആർക്കും നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാവുന്ന ചില കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഒന്ന്, അതിൻ്റെ ഈ എഞ്ചിൻ്റെ ത്രസ്റ്റ് നഷ്ടപ്പെട്ടു. 2 എഞ്ചിനും ഒരുമിച്ച് ഫെയിലാവുക എന്ന് പറയുന്നത് എനിക്കറിയില്ല, എൻ്റെ അറിവിലില്ല. ഞാൻ ഇതിൻ്റെ അകത്ത് കുറച്ച് വായിക്കാനൊക്കെ അറിയാൻ ശ്രമിച്ചിട്ടുള്ള ഒരാളാണ്. രഘുനാഥ് സാറിനെ പോലുള്ളവരൊക്കെ പറയട്ടെ, ഇന്ന് ഹിസ്റ്ററിയിലുണ്ടായിട്ടില്ല 2 എഞ്ചിനും ഒരുമിച്ച് ഫെയിലാവുക എന്നുള്ളത്. അപ്പം 2 എഞ്ചിനും ഈ ത്രസ്റ്റ് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഈ എഞ്ചിനിലേക്കുള്ള ഫ്യൂവൽ സപ്ലൈ നിന്നിട്ടുണ്ടാകാം, അതിൻ്റെ ആ കൺട്രോൾസ് അതിൻ്റെ അകത്ത് പോയിട്ടുണ്ടാകാം. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ ഫ്ലാപ്പിൻ്റെ അത് വളരെ ഗൗരവമായിട്ടുള്ളൊരു കാര്യമാണ്. ആ ഫ്ലാപ്പ് റിട്രീവ് ചെയ്ത് അതിൻ്റെ ഫോർമർ പൊസിഷനിലേക്ക് പോയിരിക്കുന്നു. അപ്പോൾ അവിടെ ഫ്ലാപ്പിനെ കൺട്രോൾ ചെയ്യുന്നത് കംപ്ലീറ്റ് പൂർണ്ണമായിട്ടും ഹൈഡ്രോളിക് സിസ്റ്റമാണ്. ആ സെൻട്രൽ ഹൈഡ്രോളിക് സിസ്റ്റം ഫെയിലായിരിക്കുന്നു എന്ന് വേണം. ഒരു 90% കാരണം ആണെന്നാണ് തോന്നുന്നത്. അപ്പോൾ സ്വാഭാവികം അത് ഇൻ ബിറ്റ്വീനാണ്. ജസ്റ്റ് ടേക്ക് ഓഫ് ചെയ്തു, കഷ്ടിച്ച് ഹൈറ്റൊന്നും ഗെയിൻ ചെയ്തിട്ടില്ല. 600 അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 50 നില കെട്ടിടത്തിൻ്റെ ഹൈറ്റേ ആവുന്നുള്ളൂ. നമുക്ക് ഇങ്ങനെ കാണാം, ബോംബെയിലൊക്കെ 50 നില കെട്ടിടം എന്തുമാത്രം ഉണ്ട്. അഹമ്മദാബാദ് വലിയ നഗരമാണ്. അത്രയും ഹൈറ്റ് ആയിട്ടുള്ള ഒരു എയർക്രാഫ്റ്റിനെ സ്റ്റെബിലൈസ് ചെയ്യാനുള്ള ഹൈറ്റ് ആയിട്ടില്ല. അതേസമയം ഈ ഹൈറ്റ് ഒരു 3000 അടിയെങ്കിലും ഫീറ്റെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും പൈലറ്റിന് കുറച്ച് സമയം കിട്ടുമായിരുന്നു, കൺട്രോൾ ചെയ്യാൻ കഴിയുമായിരുന്നു. അങ്ങനെ ഹിസ്റ്ററി ഉണ്ട്. വളരെ ഫേമസ് ആയിട്ടുള്ള ക്യാപ്റ്റൻ സള്ളിയുടെ കഥയുണ്ട്. ഇവിടെ അമേരിക്കയിൽ ഹഡ്സൺ റിവറിൽ ഇതേപോലെ തന്നെ ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞ ഉടൻ തന്നെ ഏതാണ്ട് 2900-3000 അടി ഹൈറ്റിൽ എത്തിയപ്പോൾ ഒരു ഫ്ലോക്ക് ഓഫ് ബേർഡ്സ്, വലിയൊരു പക്ഷികളുടെ കൂട്ടം വന്ന് 2 എഞ്ചിനിൽ കയറി ആ 2 എഞ്ചിനും ഒരുമിച്ച് നിശ്ചലമായി കഴിഞ്ഞപ്പോൾ അദ്ദേഹം അതിനെ കൺട്രോൾ ചെയ്ത് വേറെ മാർഗമൊന്നുമില്ല, ഹഡ്സൺ റിവറിൽ കൊണ്ടുവന്നാണ് ചെയ്തത്. വളരെ ലെജൻഡറി ആയിട്ടുള്ളൊരു സംഭവമാണിത്. അധികം പുറകിലൊന്നും അല്ലാതെ 2009 നടന്ന സംഭവമാണ്.
ഇപ്പം അതിനെ ബേസ് ചെയ്ത് ക്ലിന്റ് ഈസ്റ്റ്വുഡ് സംവിധാനം ചെയ്ത ഒരു സിനിമ വന്നിട്ടുണ്ട് 2016 സള്ളി എന്നാണത്. ആ പടം ഗംഭീര സിനിമയാണത്. അത് ആ പൈലറ്റിന്റെ അസാമാന്യമായ മനസാന്നിധ്യവും പിന്നെ അദ്ദേഹത്തിന് ഹൈറ്റ് കിട്ടി, 3000 അടി എന്നൊരു ഹൈറ്റ് അദ്ദേഹത്തിന് കിട്ടി. അതുകൊണ്ട് അദ്ദേഹത്തിന് ആ സമയത്ത് തീരുമാനമെടുക്കാനുള്ള സമയം കിട്ടി. അതേസമയം ആ സള്ളിക്കും ഈ പറഞ്ഞ പോലെ ഒരു 600 മീറ്റർ ഹൈറ്റിലായിരുന്നു ഈ സംഭവിച്ചതെങ്കിൽ സള്ളിയുടെ മുമ്പിൽ വേറെ മാർഗമൊന്നുമില്ല. അതവിടെ ക്രാഷ് ചെയ്തു പോവുമായിരുന്നു. അത് അവർക്ക് ആ ഭാഗ്യം ഉണ്ടായിരുന്നു. അങ്ങനെ 155 പേരും സേവായി. ഇവിടെ ഡ്രീം ലൈനറിന്റെ അങ്ങനെയാണല്ലോ. ഇപ്പൊ ഓക്ലൻഡിലെ ഒഴിവാക്കിയ ആ ദുരന്തം അതും ഏകദേശം അങ്ങനെ തന്നെ ആയിരുന്നുവല്ലോ. അതെ അതേ പറഞ്ഞ കാര്യം. ഇത് ഏറ്റവും പ്രധാനം ആ ഹൈറ്റ് ഗെയിൻ ചെയ്യുക എന്നുള്ളതാണ്. ആ ഹൈറ്റ് ഗെയിൻ ചെയ്തിരുന്നു എങ്കിൽ ഈ സംഭവം ഉണ്ടായത്, ഈ ഫെയിലിയർ ഉണ്ടായതൊരു 3000 ഫീറ്റിൽ ആയിരുന്നു എങ്കിൽ തീർച്ചയായും പൈലറ്റിന് ഈ വിമാനത്തിനെ ഗ്ലൈഡ് ചെയ്ത് സേഫായിട്ട് തിരിച്ച് ലാൻഡ് ചെയ്യാൻ കഴിയുമായിരുന്നു. സാർ, ആം ഐ കറക്റ്റ് രഘുനാഥ് സാർ? 100%. ഈ ഹൈറ്റ് കിട്ടാതെ പോയി എന്നുള്ളിടത്താണ് ഈ പ്രശ്നം മുഴുവനും ഉണ്ടായത്. നിർഭാഗ്യം എന്നല്ല, അതൊന്നും പറയാനില്ല. ആ ഒരു സംഭവത്തിൽ ജസ്റ്റ് റൺവേ വിട്ടുയർന്ന ഉടനെ ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നോക്കി നിൽക്കാനേ കഴിയുള്ളൂ. അദ്ദേഹത്തിന് ആ ജസ്റ്റ് മെയ്ഡേ മെസ്സേജ് അയക്കാൻ മാത്രമേ സാധിച്ചുള്ളൂ. അതിനൊരു മറുപടി കേൾക്കാനുള്ള സമയം പോലും അദ്ദേഹത്തിന് കിട്ടിയില്ല. അതാണ് സംഭവിച്ചത്. നമുക്കൊന്നും ചെയ്യല്ലേ. കാര്യം ഇവിടെ മോസ്റ്റ് പ്രോബബ്ലി ഈ പറഞ്ഞ പോലെ ഹൈഡ്രോളിക് സിസ്റ്റം ഫെയിലിയർ ആവാനേ സാധ്യതയുള്ളൂ. എൻജിൻ ഫെയിലിയർ ഇവിടെ ഉണ്ടായിട്ടില്ല. ആ എൻജിൻ ജനറേറ്റ് ചെയ്ത ത്രസ്റ്റ് അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ലിഫ്റ്റ് നഷ്ടപ്പെട്ടു. ആ ലിഫ്റ്റ് നഷ്ടപ്പെടാനുള്ള കാരണം ഇതായിരുന്നു എന്ന് വേണം ഇതുവരെയുള്ള ഒരു നിഗമനം. പിന്നെ ഇതിൻ്റെ അകത്ത് വരുന്ന നിഗമനങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളെയൊന്നും നമ്മൾ ശ്രദ്ധിക്കുക പോലും ചെയ്യേണ്ട കാര്യമില്ല. പൂർണ്ണമായിട്ടും നമുക്ക് കാണുമ്പോൾ ദേഷ്യം വരുന്ന രീതിയിലാണ് ഓരോരുത്തരിന്ന് ഇങ്ങനെ പറയുന്നത്. വളരെ കഷ്ടമാണത്. അതിനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാധ്യമങ്ങൾ അതിനെ മൈൻഡ് ചെയ്യുക പോലും ചെയ്യരുത്. കാര്യം അത്രമാത്രം ഭീകരമായ രീതിയിലുള്ള തെറ്റിദ്ധാരണയാണ് ഇതിൻ്റെ അകത്തൂടെ പരത്താൻ ശ്രമിക്കുന്നത്. അത് ജസ്റ്റ് ചീപ്പായിട്ടുള്ള വിസിബിലിറ്റിക്ക് വേണ്ടിയിട്ടും റീച്ചിനും വേണ്ടിയിട്ടും അതിനു വേണ്ടിയിട്ടും മാത്രം ചെയ്യുന്ന പരിപാടിയാണത്. അത് വളരെ മോശമാണത്. പക്ഷെ എന്ത് ചെയ്യാനാ, നമ്മുടെ നാടല്ലേ, ആർക്കും എന്തും പറയാനുള്ള അവകാശം ഉണ്ടല്ലോ. പക്ഷേ ഈ DGCA ഇപ്പോൾ പ്രാഥമിക അന്വേഷണത്തിൽ തള്ളിക്കളഞ്ഞ ഈ നിഗമനങ്ങൾ അത് വെറുതെ പരന്ന നിഗമനങ്ങളല്ല. അത് ഈ വ്യോമയാന രംഗത്തുള്ളവർ തന്നെ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങളാണ്. ഇവർ പക്ഷി ഇടിച്ചത് പോലെയുള്ള കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ്. അതെല്ലാം അക്കമിട്ട് തന്നെയാണ്. ആ റിപ്പോർട്ട് വെളിയിൽ വന്നിട്ടുണ്ട്. അക്കമിട്ട് തന്നെയാണ് തള്ളിക്കളഞ്ഞിട്ടുള്ളത്. പിന്നെയുള്ളത് ഈ സേഫ്റ്റി മെഷേഴ്സിൻ്റെ കാര്യം. സുരക്ഷാ പരിശോധന നടത്തണമെന്ന് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് എയർ ഇന്ത്യ. ബോയിങ് ഡ്രീം ലൈനർ 787-8-നും 787-9-നും. അതായത് ശ്രീ ഷോബി പോൾ, ഇത് ഈ വിമാനങ്ങൾ താൽക്കാലികമായി പിൻവലിക്കുന്നു എന്ന രീതിയിൽ തന്നെയല്ലേ? ഇത് കഴിഞ്ഞിട്ടേ ഇനി സർവീസ് ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞാൽ തൽക്കാലം സർവീസുകൾ ഇല്ല എന്ന് തന്നെയല്ലേ? സമയമെടുക്കുന്നതാണല്ലോ. ഈ എയർക്രാഫ്റ്റുകളുണ്ടല്ലോ 787 ഡ്രീം ലൈനർ, ഇത് 2011 ഇൻഡക്ഷൻ ചെയ്തത്. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ഒരു ടെക്നോളജിയാണ് അവർ യൂസ് ചെയ്യുന്നത്. ഇതിനു മുമ്പ് 737 മാക്സ് എന്ന് പറയുന്ന ഒരു എയർക്രാഫ്റ്റ് ഉണ്ടായിരുന്നു. അതിലാണ് കൂടുതലായിട്ട് ഇഷ്യൂസ് ഉണ്ടായിരുന്നത്. ഈ ഡ്രീം ലൈനറിൽ ഇതുവരെയുള്ള ട്രാക്ക് വെച്ചിട്ട് നോക്കുമ്പോൾ ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. ഇൻസിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പെട്ടെന്ന് തിരിച്ചിറക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ, അല്ലാതെ ഇതൊരു ക്രാഷ് ഉണ്ടായിട്ടില്ല. അപ്പൊ ഈ എയർക്രാഫ്റ്റ് ശരിക്കും ഏറ്റവും കൂടുതൽ നമ്മളിപ്പോൾ നോക്കിയാൽ അറിയാം, അല്ലെങ്കിൽ ബോയിങ്ങിന്റെ സൈറ്റിൽ നോക്കിയാലൊക്കെ അറിയാം, ഏറ്റവും കൂടുതൽ സേഫ്റ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ചെയ്തിരിക്കുന്ന ഒരു എയർക്രാഫ്റ്റ് ആണ്. അതുമാതിരി ടെക്നോളജി വളരെ അഡ്വാൻസ്ഡ് ആണ്. നിങ്ങൾ ഈ കാണുന്ന പല ഹെലികോപ്റ്ററുകളും അല്ലെങ്കിൽ ജെറ്റുകളും ഒക്കെ പഴയത് 92-ലൊക്കെയുള്ള ഇത് അല്ല ഇവിടെ ഇന്ത്യയിൽ ഫ്ലൈ ചെയ്യാണ്ട്. ഈ വാട്ടിക്കോൾ നമ്മളുടെ ഇതുണ്ടല്ലോ എയർ ആംബുലൻസിനൊക്കെ, അത് 92-ലൊക്കെയുള്ള ഇതാണ്. ഇതിന്റെയൊക്കെ ടെക്നോളജി 1965-ലൊക്കെ ഉള്ളതായിരിക്കും. അപ്പൊ അതിനേക്കാൾ എത്രയോ അഡ്വാൻസ്ഡ് ആണ് ഈ മെഷീൻ. അപ്പൊ ശരിക്കും സേഫ്റ്റി ഈ മെഷീനിന്റെ, അതായത് ഈ എയർക്രാഫ്റ്റിന്റെ ഒരു സേഫ്റ്റി ഇഷ്യൂ മാത്രമാണെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഇത് ഒരുപാട് ശരിക്കും അക്രോസ് വേൾഡ് ഒരുപാട് ഫ്ലൈ ചെയ്യണതാണ്. ഇതിന് ഒരു ക്രാഷ് ചെയ്തിട്ടുള്ള ഒരു ഹിസ്റ്ററി ഇല്ല തന്നെ. ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്, അതെല്ലാ എയർക്രാഫ്റ്റുകൾക്കും ഉണ്ടാവാറുണ്ട്. ഞങ്ങളുടെ ഈ വല്ലപ്പോഴും ഈ കാണുന്ന ഹെലികോപ്റ്ററുകൾ നിങ്ങൾ കണ്ടിട്ടില്ല? ഹെലികോപ്റ്ററുകൾ എത്രയാണ് പാടത്ത് ഇറക്കുന്നു. അതുമാതിരി തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുംബൈയിൽ ഒരു
മുംബൈയിൽ നിന്ന് ടേക്ക് ഓഫ് ആയിട്ടുള്ള ഒരു എയർ ആംബുലൻസ്. അതിൽ പൈലറ്റ് ഗ്ലൈഡ് ചെയ്ത് പൂനെയിൽ ഇറക്കിയിട്ടുണ്ട്. ശരിക്കും അതൊരു ഫിലാട്ടസ് എന്ന് പറഞ്ഞ സിംഗിൾ എഞ്ചിൻ എയർക്രാഫ്റ്റ് ആണ്. ഇൻസിഡൻസ് ഉണ്ടാവാറുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്രാഷുകൾ കുറവാണ്. ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി ഉള്ള ഒരു മെഷീനാണ്. അപ്പൊ ഇതിനെ വിഡ്രോ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിനു മുമ്പുണ്ടായിരുന്ന 737 മാക്സിൽ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. ഇതിനെപ്പറ്റി എനിക്ക് ഞാൻ അറിഞ്ഞിടത്തോളം ഇതൊരു വളരെ കേപ്പബിൾ ആയിട്ടുള്ള, വളരെ സേഫ്റ്റിക്കും എയറോഡൈനാമിക്സിനും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു നല്ല എയർക്രാഫ്റ്റ് ആണ്. ഈ പറഞ്ഞ മതി ആദ്യം രഘുനാഥ് സാർ പറഞ്ഞു, അതിന് 20% ഫ്യൂവൽ എഫിഷ്യൻസി കൂടി അതിന് ശരിക്കും ഉണ്ട്. അങ്ങനെ ഒരു എയർക്രാഫ്റ്റ് ആണ് ഇത്. അപ്പോൾ എയർക്രാഫ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയൊരു പ്രോബ്ലമുള്ള എയർക്രാഫ്റ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിപ്പോൾ DGCAയുടെ ഈ ഓർഡറിൽ പറഞ്ഞിരിക്കുന്നു, അത് എയർ ഇന്ത്യക്ക് കൊടുത്തിരിക്കുന്ന നിർദ്ദേശമാണ്. ആ ഉത്തരവിൽ തന്നെ ശ്രീ രഘുനാഥ് നായർ, ആ ഉത്തരവ് താങ്കൾ വായിച്ചു കാണുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അതിൽ ഒന്നാമത്തേതെന്ന് പറയുന്നത് 1 time check ബിഫോർ ഡിപ്പാർച്ചർ ഓഫ് ഫ്ലൈറ്റ് ഫ്രം ഇന്ത്യ എന്നാണ്. അത് മറ്റന്നാൾ മുതൽ അത് നടത്തണം എന്നാണ്. അത് ഒരു 6 അക്കാര്യത്തിൽ ഉണ്ട്. അതിൽ ഒന്നാമത്തേത് ഇൻസ്പെക്ഷൻ ഓഫ് ഫ്യൂവൽ പാരാമീറ്റർ മോണിറ്ററിംഗ് ആൻഡ് അസോസിയേറ്റ് സിസ്റ്റം ചെക്സ് എന്നുള്ളതാണ്. പിന്നെ റിവ്യൂ ഓഫ് ടേക്ക് ഓഫ് പാരാമീറ്റേഴ്സ്, ഇലക്ട്രോണിക് എഞ്ചിൻ കൺട്രോൾ സിസ്റ്റം ടെസ്റ്റ്, അങ്ങനെ ഈ പറയുന്ന ഹൈഡ്രോളിക് സിസ്റ്റം ചെക്ക്, സർവീസബിലിറ്റി ചെക്ക് ഓഫ് ഹൈഡ്രോളിക് സിസ്റ്റം, ഇങ്ങനെ പോകുന്നു. ഇത് സാധാരണയുള്ള പരിശോധനകളാണോ അതോ അസാധാരണമാണോ ഇത്? ശ്രീ മഞ്ജുഷ, ഇതൊക്കെ സാധാരണ ഉള്ള പരിശോധനകൾ തന്നെയാണ്. ഇത് രാവിലെ ഞാനീ പറഞ്ഞ ആദ്യത്തെ ഫ്ലൈറ്റിന് മുമ്പായിട്ട് ഇത് മുഴുവൻ ചെക്ക് ചെയ്യും. പിന്നെ ഫ്യൂവലിന്റെ കാര്യമാണ് നമ്മൾ ഇവിടെ ആദ്യം എടുത്ത് പറഞ്ഞിരിക്കുന്നത്. ഓരോ വിമാനത്തിലും ഫ്യൂവൽ ബൗസറിൽ കൊണ്ടുവന്നിട്ടാണല്ലോ നിറയ്ക്കുന്നത്. ഈ ഓരോ ബൗസറിലും ഫ്യൂവൽ ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ അതിൽ നിന്ന് ഒരു സാമ്പിള് ഇമ്മീഡിയറ്റ്ലി ലാബിൽ പോകുന്നുണ്ട്. അതിനകത്ത് ഫംഗസിന്റെ പ്രസൻസോ അങ്ങനെ എന്തെങ്കിലും കണ്ടാമിനേഷന്റെ പ്രസൻസോ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് ഓരോ ബൗസറും ആ സർട്ടിഫിക്കറ്റിന്റെ അല്ലെങ്കിൽ ആ ടെസ്റ്റിന്റെ റിസൾട്ടിന്റെ ഇതും കൂടെ അനുസരിച്ചിട്ടാണ് എയർക്രാഫ്റ്റിന്റെ ലോഗ് ബുക്കിൽ എൻട്രി ചെയ്യുന്നത്. ഇതാണ് പ്രൊസീജിയർ, ലേറ്റ് ഡൗൺ പ്രൊസീജിയർ. പിന്നെ ഇവിടെ ഷോർട്ട് കട്ടുകൾ നടക്കുന്നുണ്ടോ ഇല്ലേന്ന് അറിയില്ല കേട്ടോ, അത് ഞാൻ പറയാം. അപ്പൊ ഈ ഫ്യൂവൽ ക്വാളിറ്റി, കാരണം ഇപ്പം നേരത്തെ ആരായിരുന്നു സൂചിപ്പിച്ചത്, ഫ്യൂവൽ കണ്ടാമിനേഷന്റെ ഒരു പോസിബിലിറ്റി പറയുന്നത് തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഫ്യൂവൽ കണ്ടാമിനേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ 2 എഞ്ചിനിലേക്കുള്ള ഫ്യൂവലിൽ കണ്ടാമിനേറ്റഡ് ഫ്യൂവൽ ആണെന്നുണ്ടെങ്കിൽ ഇത് കയറി ബ്ലോക്ക് ആകാനോ ഫ്ലോഗഡ് ആകാനോ ഒക്കെയുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇതും വെരിഫൈ ചെയ്യണമെന്ന് പറയുന്നത്. പിന്നെ ഈ ഞാൻ എടുത്തെടുത്ത് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ പിന്നെ സി സർവീസിങ്ങും ഡി സർവീസിങ്ങും കഴിഞ്ഞിട്ടുള്ള എയർക്രാഫ്റ്റ് ആകാനാണ് സാധ്യത. കാരണം ഇത് 12 വർഷം ആയ വിമാനമാണ്, 13 വർഷം. അപ്പൊ 12 വർഷത്തിനുള്ളിൽ ഡി സർവീസ് കംപ്ലീറ്റ് ചെയ്യണം. എവറി 2 years സി സർവീസ്. ഇത് 2 മേജർ സർവീസുകളാണ്. ഡി എന്ന് പറയുന്നത് ഓവറോളിംഗ് ആണ്. അപ്പൊ ഈ കംപ്ലീറ്റ് ഓവറോളിങ്ങിൽ എൻറ്റയർ ഫ്യൂവൽ സിസ്റ്റത്തിന്റെ ക്ലീനിങ് നിർബന്ധമായിട്ടും നടന്നിരിക്കണം. അതുപോലെ കംപ്ലീറ്റ് വയർ ഹാർനസുകൾ റീപ്ലേസ് ചെയ്യണം. ഇത് മുഴുവൻ എടുത്ത് കളഞ്ഞിട്ട് പുതിയ വയർ ഹാർനസ് ഇതിനകത്ത് കംപ്ലീറ്റ്ലി റീപ്ലേസ് ചെയ്യണം. സകല പൈപ്പ് ലൈന് കംപ്ലീറ്റ്ലി ക്ലീൻ ആയിരിക്കണം. അതിൽ എന്തെങ്കിലും ചെറിയ സംശയം ഉണ്ടെങ്കിൽ ആ പൈപ്പ് ലൈൻസ് കംപ്ലീറ്റ് മാറ്റണം. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നിഷ്കർഷിക്കുന്നുണ്ട് ഇതിൽ ഓവറോളിങ്ങിൽ. പക്ഷേ നമുക്കറിയാം, കഴിഞ്ഞ വർഷം ഒരു വിസിൽ ബ്ലോവർ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഇവിടെ നടക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും ഇവിടുത്തെ ഷോർട്ട് കട്ടുകളെ കുറിച്ചൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇപ്പൊ ജീവിച്ചിരിപ്പില്ല എന്നുള്ളതും മറ്റൊരു സത്യമാണ്. അതുകൊണ്ടായിരിക്കും ആരും ഒന്നും പറയാത്തത്. അതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെയുള്ള ഒരു സിസ്റ്റം ഫെയിലിയർ പോസിബിലിറ്റീസ് നമുക്ക് ഒരു കാരണവശാലും റൂൾ ഔട്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇങ്ങനെ ഒരു ക്രാഷ് ഉണ്ടായി കഴിഞ്ഞാൽ, മേജർ ഒരു ഇൻസിഡന്റ് ഉണ്ടായി കഴിയുമ്പോൾ കുറച്ച് ഇൻസ്ട്രക്ഷൻ കൊടുക്കുക എന്നുള്ളത് ഏവിയേഷൻ ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ DGCA പോലെയുള്ള, പ്രത്യേകിച്ച് ഇന്ത്യയിൽ നമുക്കിവിടെ അല്ലെങ്കിൽ പേപ്പർ വർക്കെല്ലാം ഇച്ചിരി കൂടുതലുള്ള ഒരു സ്ഥലമായതുകൊണ്ട് ഇതൊരു റുട്ടീൻ പരിപാടിയാണ്. കാരണം ഞങ്ങൾ ഇത് ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ പറയാം, ഒരു പൈലറ്റിനെ സേവ് ചെയ്ത ഒരു ഇൻസിഡന്റ് വരെ, നമ്മൾ അങ്ങനെ തുറന്ന് പറയാൻ പാടില്ല എന്നാലും പറയാം, പൈലറ്റിനെ സേവ് ചെയ്ത ഒരു ഇൻസിഡന്റ് വരെ ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു സിസ്റ്റം മാൽ ഫങ്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു ആവശ്യമില്ലാത്ത ഒരു ചെക്ക് എവറി 25 hours ഓഫ് ഫ്ലൈയിങ്ങിന് ആവശ്യമില്ലാത്ത ഒരു ചെക്ക് കൊണ്ടുപോയി ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പൊ എന്തെങ്കിലും ചെയ്തു എന്ന് വരുത്തി തീർക്കണം. ഇത് അങ്ങനെയാണെന്ന് ഞാൻ അങ്ങ് പറയുകയല്ല, പക്ഷെ അങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നമുക്കുണ്ട്. കാരണം ഇത്രയധികം ജനങ്ങൾ ഇത്രയധികം ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പൊ ഇപ്പൊ ഈ ഇവർ ഈ കൊടുത്തിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസ് എല്ലാം റുട്ടീൻ ചെക്കിൽ വരുന്നതാണ്. തന്നെയല്ല, ബോയിങ് 787 ഓപ്പറേറ്റ് ചെയ്യുന്ന എയർ ഇന്ത്യ മാത്രമായിരിക്കില്ലല്ലോ, വേറെ ഏതെങ്കിലും ഒക്കെ കമ്പനികൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടാവില്ല. അപ്പൊ എയർ ഇന്ത്യക്ക് മാത്രമാണ് ഇൻസ്ട്രക്ഷൻ കൊടുത്തതെന്നുണ്ടെങ്കിൽ ഇതിനെ ഒരു ഐവാഷ, അല്ലെങ്കിൽ എല്ലാ 787 സീരീസിലും നമ്മളിത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് മേക്ക് സെൻസ്. ശരി, ശ്രീ ഷാബു പ്രസാദ്, അങ്ങനെ താങ്കൾ കരുതുന്നുണ്ടോ ഇതൊരു മുഖം രക്ഷിക്കുവാനുള്ള ഒരു നടപടിയായിട്ട്? ഇപ്പം എന്തായാലും അദ്ദേഹത്തിനെ പോലെ എക്സ്പെർട്ട് ആയിട്ടുള്ള ഒരാൾ പറയുമ്പോൾ നമുക്കതിനെ പൂർണ്ണമായിട്ട് തള്ളിക്കളയാനൊന്നും കഴിയില്ല. പക്ഷേ എങ്കിലും ഈ എയർ സേഫ്റ്റിയുടെ കാര്യത്തിൽ ഏതെങ്കിലും, അതിപ്പോൾ ഏത് വിമാന കമ്പനി ആണെങ്കിൽ പോലും അതിനെ എങ്ങനെ സില്ലിയായിട്ട് എടുക്കുമോ, അത് എൻ്റെ ഒരു
എന്താണ് ശുഭാപ്തി വിശ്വാസം കൊണ്ട് എനിക്ക് തോന്നുന്നതാണോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തിനെ പോലെ എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല. അങ്ങനെ ചെയ്യില്ല എന്ന് തന്നെ വിശ്വസിക്കാനാണ് പക്ഷെ പലരും എനിക്കിഷ്ടം. ചൂണ്ടിക്കാണിച്ചിട്ടുള്ള പിന്നെ കാര്യമാണ്, അങ്ങനെ ചൂണ്ടിക്കാണിക്കുന്നവരെ വിശ്വാസത്തിൽ എടുക്കില്ല, അവർക്ക് ജോലി നഷ്ടപ്പെടുന്നു, അതുപോലെ അവരുടെ ജീവൻ പോലും നഷ്ടപ്പെട്ട കാര്യം, ഒരു വിസിൽ ബ്ലോവറുടെ കാര്യം എടുത്തു പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. അല്ല അദ്ദേഹം പറഞ്ഞ് ഞാൻ ശ്രദ്ധിച്ചു. അതിൻ്റെ അകത്ത് എന്തെങ്കിലും വാസ്തവമുണ്ടെങ്കിൽ അത് ഞെട്ടിക്കുന്ന ഒരു കാര്യമാണത്. പക്ഷേ എന്താ പറഞ്ഞാൽ ഇപ്പം ടാറ്റ പോലെയുള്ള ഇതുപോലെയുള്ളൊരു വിശ്വസ്തതയുള്ളൊരു സ്ഥാപനം നമ്മുടെ രാജ്യത്ത് എയർ സർവീസ് തുടങ്ങിയത് തന്നെ ടാറ്റയാണ്. പിന്നെ ഈ ബോയിങ് 787 ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ എയർ ഇന്ത്യ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ഡ്രീം ലൈനർ വേറെ ആരും ഇന്ത്യയിൽ വേറെ ഒരു കമ്പനികളും ഉപയോഗിക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. തെറ്റുണ്ടെങ്കിൽ തിരുത്താം. പക്ഷേ ഇതിൻ്റെ ഞാൻ പറയാം, ഇനി എന്ത് തന്നെ ആയാലും ശരി മഞ്ജുഷ, എത്രയൊക്കെ സേഫ്റ്റി നമ്മൾ മെഷേഴ്സ് എടുത്താലും ശരി, അൾട്ടിമേറ്റ്ലി ദിസ് ഈസ് ടെക്നോളജി. ഒരു ടെക്നോളജിയും ഒരു സേഫ്റ്റി മെഷറും 100% ഫുൾ പ്രൂഫ് അല്ല. അത് ഇവിടെ ഇരിക്കുന്നവരാരും അതിനെ എതിർക്കും എന്നെനിക്ക് തോന്നുന്നില്ല. നമ്മൾ കണ്ടാണ് സുനിത വില്യംസ് 8-10 മാസം സ്പേസിൽ കുടുങ്ങിപ്പോയത്. 2 സ്പേസ് ഷട്ടിലുകൾ പൊട്ടിത്തകർന്നു പോയത് നമ്മൾ കണ്ടതാണ്. വളരെ മൈന്യൂട്ടായിട്ടുള്ള ഒരു ഓറിങ്, അതിൻ്റെ അകത്തുണ്ടായിരുന്ന ഒരു റബ്ബർ ഓറിങ് തണുപ്പ് കൊണ്ട് സ്റ്റിഫായി പോയതായിരുന്നു ചാലഞ്ചർ തകരാനുണ്ടായിരുന്ന കാരണം. അത്ര മൈന്യൂട്ടായിട്ടുള്ളൊരു കാരണം മതി ഇതിനൊക്കെ. എന്താ വെച്ചാൽ ഇത് വളരെ ഇറ്റ് ഈസ് ഹാൻഡ്ലിങ് വിത്ത് വെരി ഹൈ സ്പീഡ്, ഇറ്റ്സ് ഹാൻഡ്ലിങ് വിത്ത് എക്സ്ട്രീംലി ഇൻഫ്ലൈമബിൾ ഫ്യൂവൽസ്. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതാണ്. 100 ഘടകങ്ങൾ. ഇപ്പോൾ ഇതുപോലെ ഒരു ഫ്ലൈറ്റിൻ്റെ അകത്തെ കേബിളുകളെല്ലാം കൂടെ നിരത്തി വെച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ കേരളത്തിനെക്കാട്ടിൽ നീളം ഉണ്ടാവും. ഇത്രയും കാര്യങ്ങൾ ഇത് ബേസിക്കലി അൾട്ടിമേറ്റ്ലി ഇതൊക്കെ അപ്രൂവ് ചെയ്യേണ്ടതും ചെക്ക് ചെയ്യേണ്ടതും ഈ മനുഷ്യർ തന്നെയാണത്. അപ്പോൾ എവിടെയെങ്കിലും മനുഷ്യ സഹജമായ ഏതെങ്കിലും ഒരു ഡ്രോബാക്ക് വന്നിട്ടുണ്ടാകാം, അതായിരിക്കാം. പിന്നെ വേറൊന്ന്, ഇതിൻ്റെ ഹൈഡ്രോളിക് സിസ്റ്റം ഫെയിലിയർ ആയത് കാര്യം ഇത് നേരത്തെ ചെക്ക് ചെയ്തിരുന്നില്ലേ? ഒരു കാര്യമുണ്ട്, ഈ ഗ്രൗണ്ടിൽ വെച്ച് ചെക്ക് ചെയ്യുന്നതും അതിൻ്റെ റിയൽ ഇൻ ഫ്ലൈറ്റിൽ ഉള്ള എക്സ്പീരിയൻസും രണ്ടും രണ്ട് തന്നെയായിരിക്കും. ഒരു കാര്യം പറഞ്ഞോട്ടെ, ഹൈഡ്രോളിക് സിസ്റ്റം റുട്ടീൻ ചെക്കിൽ ഹൈഡ്രോളിക് സിസ്റ്റം നമ്മൾ പ്രഷറൈസ് ചെയ്തിട്ട് ചെക്ക് ചെയ്യുന്നില്ല. കാരണം ഇത് ഗ്രൗണ്ടിൽ സാധാരണഗതിയിൽ നമ്മൾ ഗ്രൗണ്ടിൽ നോർമൽ റുട്ടീൻ ചെക്കിൽ ചെയ്യുന്നില്ല. ഇതിന്റെ ഒരു മേജർ ചെക്കിലാണ് നമ്മൾ എക്സ്റ്റേണൽ ഹൈഡ്രോളിക് പ്രഷർ കൊടുത്തിട്ട് കംപ്ലീറ്റ് ചെക്ക് ചെയ്യുന്നുണ്ട്. ഇത് ടേക്ക് ഓഫ് ചെയ്തിട്ട് ഹൈഡ്രോളിക് പ്രഷർ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാലേ ലീക്കേജ് ഉണ്ടോ ഇല്ലെന്ന് സാധാരണ ഇതില്ല. കാരണം അല്ലെങ്കിൽ ഇതിന്റെ മേജർ സർവീസ് കഴിഞ്ഞിങ്ങോട്ട് വരുന്ന സമയത്ത് ഇതെല്ലാം നന്നായി വർക്ക് ചെയ്യുന്നുണ്ട്. മനസ്സിലായി, കറക്റ്റ്. അപ്പോൾ ഒരു കാര്യമുണ്ട് സാർ, ഇപ്പം ഇതേപോലെയുള്ള ഓരോ അപകടങ്ങളിൽ നിന്ന് പാഠം പഠിച്ച് കറക്റ്റ് ചെയ്താണ് ഇതിൻ്റെ എല്ലാ SOP തയ്യാറാക്കുന്നത്. ഇനിയുള്ള SOPയിൽ ഈ ആക്സിഡൻറ്റിൽ നിന്നുള്ള വലിയൊരു പാഠം കൂടെ വരും. ഇപ്പോൾ ഈ ഹൈഡ്രോളിക് സിസ്റ്റം ഫെയിലിയർ ആണെങ്കിൽ ഈ ഹൈഡ്രോളിക് സിസ്റ്റം ചെക്ക് ചെയ്യുന്നത് ഇപ്പോൾ പോലെ അങ്ങനെ പോരാ, അത് ഡെയിലി ബേസിസിൽ കർശനമായിട്ട് ചെക്ക് ചെയ്യണം എന്നുള്ളതും കൂടി ഈ SOPയിലേക്ക് വരും. ഇങ്ങനെ ആഡ് ചെയ്താണ് ലോകത്തിലെ ഏറ്റവും അപകടം പിടിച്ച ഒരു കാര്യമാണ് വിമാനയാത്ര എന്ന് പറയുന്നത്. എന്നാൽ ഏറ്റവും സേഫാണത്. ആക്സിഡൻറ്റ് റേറ്റ് എന്തുകൊണ്ടാണ് അപകടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഹൈ സ്പീഡ്, ഫ്യൂവലിൻ്റെ ഇൻഫ്ലൈബിലിറ്റി, ഇങ്ങനത്തെ കാര്യങ്ങൾ. എന്തുകൊണ്ടാണ് സേഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കർശനമായിട്ട് ഫോളോ ചെയ്യുന്ന സെക്യൂരിറ്റി പ്രോട്ടോക്കോൾ, സേഫ്റ്റി പ്രോട്ടോക്കോൾ. ആ സേഫ്റ്റി പ്രോട്ടോക്കോളിൽ ഈ പറഞ്ഞതുപോലെ ഇപ്പം സാറ് പറഞ്ഞതുപോലെ ഈ ഹൈഡ്രോളിക് സിസ്റ്റത്തിൻ്റെ റെഗുലറായിട്ടുള്ള ചെക്കിങ്ങും കൂടെ ഇനിയും വരും. അതാണെങ്കിൽ ഇനി എവിടെയോ എന്തോ ഒരു സംഭവിച്ചിട്ടുണ്ടെന്നുള്ള ഒരു ഉറപ്പാണല്ലോ. അതെന്താണെന്ന് കണ്ടെത്തി അതിനി സംഭവിക്കാതിരിക്കാനുള്ള കാര്യം കൂടി ഇതിൻ്റെ SOPയിൽ സെക്യൂരിറ്റി പ്രോട്ടോക്കോളിൽ ഉണ്ടാകും, SOPയിൽ ഉണ്ടാകും, തീർച്ചയായിട്ടും ഉണ്ടാകും. അങ്ങനെയാണ് എയർ ട്രാവൽ ഇത്രയധികം സേഫായത്. ഇപ്പോഴും മനസ്സിലാക്കുക, ഇപ്പോൾ ഇതുണ്ടായി ദാരുണമായ ഭീകരമായ അപകടമാണ്. ഇപ്പോഴും ലോകത്തിലെ ഏറ്റവും സേഫായിട്ടുള്ള ട്രാവൽ മീൻസ് ഏതാന്ന് ചോദിച്ചാൽ അത് എയർ ട്രാവൽ തന്നെ. അത് സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷേ ഈ ചില മുന്നറിയിപ്പുകൾ ഡ്രീം ലൈനർ അവഗണിച്ചു എന്നുള്ള കാര്യം ഇപ്പോഴും ധാരാളമായിട്ട് പല വിദഗ്ധരും പറയുന്നുണ്ട്. അത് ലതാം എയർവേസിൽ നിന്നുള്ള ഒരു മുന്നറിയിപ്പ്, അന്നത് നേരത്തെ ഷാബു ഇവിടെ സൂചിപ്പിച്ചതുപോലെ അങ്ങനെ ഒരു ദുരന്തം ഒഴിവാക്കിക്കൊണ്ട് ലാൻഡ് ചെയ്യുവാൻ പല അവസരത്തിലും സാധിച്ചിട്ടുണ്ട്. അത് വളരെ ഉയരത്തിലായിരുന്നത് കൊണ്ടാണ് അതിന് സമയം കിട്ടിയെന്നൊക്കെ. അതാണ് ഞാൻ നേരത്തെ ഓക്ലൻഡിലെ കാര്യം പറഞ്ഞത്. അന്ന് ഈ ലതാം എയർവേസ് വലിയൊരു മുന്നറിയിപ്പ് നൽകിയതാണ്. ഈ
തകരാറുകൾ പരിഹരിക്കണമെന്ന് ശ്രീ മോഹൻപിള്ള. പക്ഷേ അത് പിന്നീട് പല ലേഖനങ്ങളും വായിക്കുമ്പോൾ ആ തകരാർ പരിഹരിച്ചിട്ടില്ല എന്ന് വ്യോമയാന വിദഗ്ധർ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു അബദ്ധം സംഭവിച്ചിട്ടുണ്ടോ ഡ്രീം ലൈനറിന്? അബദ്ധം എന്ന് പറഞ്ഞാൽ ഇപ്പം ഷാവു പ്രസാദ് പറഞ്ഞതുപോലെ, അതുപോലെ രഘു സാർ പറഞ്ഞതും, അത് ബോത്ത് ആർ വെരി കറക്റ്റ്. പക്ഷേ അത് രഘു സാറിന് ഓപ്പൺ ആയിട്ട് അത് പറയാൻ പറ്റില്ല. ബട്ട് ദാറ്റ് ഈസ് എ ഫാക്ട്. അതാണ് ഞാൻ ഇൻഡയറക്റ്റ് ആയിട്ട് ഹിന്റ് ചെയ്തത്. കാര്യം 100% ടെക്നിക്കൽ ഇൻസ്പെക്ഷൻ, ഐ മീൻ സേഫ്റ്റി ഇൻസ്പെക്ഷൻ നടത്താനുള്ള ഒരു കണ്ടീഷൻസ് ഉണ്ടായിട്ടില്ല എന്ന് തന്നെ നമുക്ക് കാണേണ്ടി വരും. അത് തന്നെയാണ്. രണ്ടാമത്, ഇത് വിത്തിൻ റഡാർ വിസിനിറ്റിക്ക് അകത്തുള്ള ഒരു സംഭവമാണ്. വിത്തിൻ റഡാർ വിസിനിറ്റിയിൽ ഉള്ളത് കൊണ്ട് നമുക്കത് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് തന്നെ പറയേണ്ടി വരും. പക്ഷേ ഞാനത് വീണ്ടും പറഞ്ഞല്ലോ, ഒരു ടാറ്റ പോലുള്ള ഈ ഒരു വലിയ ഫേമിന് ഇങ്ങനെ ഒരു ചെറിയ ഒരു സേഫ്റ്റി കണ്ടീഷൻസ് നടത്തിയില്ല, അല്ലെങ്കിൽ ചെക്കപ്പ് നടക്കാതെ കൊണ്ട് ഇങ്ങനെ ആയി എന്നുള്ള ആ ഒരു പേര് അല്ലെങ്കിൽ ഒരു പഴി എടുക്കാനായിട്ട് ഒരു കാരണവശാലും തയ്യാറാവില്ല. അപ്പം തീർച്ചയായിട്ടും ഒരു ടെക്നിക്കൽ സ്നാഗ് എന്നുള്ള രീതിയിൽ തന്നെ ഈ ഫയൽ ക്ലോസ് ചെയ്യും. നമുക്കറിയാമല്ലോ, എന്തിനു പറയുന്നു, കൊല്ലത്ത് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു ഏറ്റവും വലിയൊരു മേജർ ട്രെയിൻ ആക്സിഡന്റ് ഉണ്ടല്ലോ, പെരുമൺ. മഞ്ജുഷ, അതിന്റെ അൾട്ടിമേറ്റ്ലി ഫൈനലി കൺക്ലൂഷൻ എന്തായിരുന്നു? റീസെന്റ് ടൊർണാഡോ. ഇന്ന് വരെ അതിനെക്കുറിച്ചിട്ട് ആരും ഒന്നും പറഞ്ഞില്ല. ഫയൽ ക്ലോസ് ചെയ്തു. ടൊർണാഡോ അവിടെ ആ സ്പോട്ടിൽ ആ സമയത്തേക്ക് ടൊർണാഡോ വന്നു. അതുകൊണ്ട് ട്രെയിൻ ആക്സിഡന്റ് ആയി. ആ സമയം ക്ലോസ് ആയി. സോ ദീസ് തിങ്സ് ആർ പ്രൊമിനന്റ്. ദർ ഇസ് നോ ഡൗട്ട് ഇൻ ഇറ്റ്. അല്ല, പലയിടത്തും ബ്ലാക്ക് ബോക്സ് വിവരങ്ങൾ കിട്ടിയാലും അതിന്റെ വിവരങ്ങൾ മുക്കുന്നതും കണ്ടിട്ടുണ്ട്. അത് ഞാൻ പറയുന്നത് ഈ ലതാം എയർവേസിന്റെ ഈ അപകടത്തിൽ അത് ദുരന്തമായി മാറിയില്ല, ആർക്കും പരിക്കേറ്റിട്ടില്ല, ആർക്കും ജീവൻ നഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ ആ അപകട കാരണം പുറത്തു വന്നിട്ടില്ല. യെസ്. അപ്പൊ ഇതിനകത്ത് മഞ്ജുഷ, ഈ പൈലറ്റ്സ് ഒക്കെ ബേസിക്കലി അവർ പറയുന്ന മേജർ കംപ്ലൈന്റ് അവരോട് ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ, ഡയറക്റ്റ് ആയിട്ട് അവർ ഓപ്പൺ ആയിട്ട് പറയാൻ അവർ പറയാൻ പറ്റില്ല. സിസ്റ്റം ഈസ് ലൈക്ക് ദാറ്റ്. അവർ പറയുന്നത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ അവരുടെ ഈ ടേൺ വന്നു കഴിഞ്ഞാൽ കയറുന്നു, എല്ലാം ഈ പറഞ്ഞ മാതിരി എല്ലാം വന്ന് ഓക്കെ, കമ്പ്യൂട്ടറൈസ്ഡ് ആണല്ലോ ചെക്കിങ് എല്ലാം, സിസ്റ്റം ഓൾ സിസ്റ്റം ഓക്കെ എന്നുള്ള രീതിയിൽ വരുമ്പോൾ അവർക്ക് അത് മാത്രമേ കിട്ടുന്നുള്ളൂ. അത് കിട്ടിക്കഴിഞ്ഞാൽ അത് അവർ ബാക്ക് നോക്കുന്നില്ലല്ലോ. അപ്പൊ അങ്ങനെ ഒരു ഇത് വരുമ്പോൾ പൈലറ്റ്സ് ആർ ഓൾവേസ് ഇൻ സ്ട്രെയിൻ. അവർ ഭയങ്കര സ്ട്രെസ്സിലുമാണ്. അപ്പൊ ആ ഒരു രീതിയിൽ വരുമ്പോൾ ബാക്കിയുള്ള കാര്യത്തിലോട്ട് അവർക്ക് കമന്റ് ചെയ്യാനോ അല്ലെങ്കിൽ അത് അവരുടെ ഡൊമൈൻ അല്ല എന്നുള്ള രീതി വരും. ടെക്നിക്കൽ എക്സ്പേർട്ട് അല്ലെങ്കിൽ വാട്ട് യു മീൻ ടു സേ സേഫ്റ്റി സൈഡിൽ അവിടെ ഒരു കോംപ്രമൈസ് വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം ബാധിക്കും. അൾട്ടിമേറ്റ്ലി തിങ്സ് പൈലറ്റ്സിന്റെ തലയിൽ തന്നെ വരും, മാനുവൽ ആണെന്നുണ്ടെങ്കിൽ. പക്ഷെ അങ്ങനെ ഒരു രീതിയിലോട്ട് വരില്ല. പക്ഷെ ഞാൻ ഈ പറഞ്ഞ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത്രയും കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു ഫീൽഡാണ് ഈ ഇപ്പോഴത്തെ ഈ പ്രസന്റ് സിസ്റ്റം. ഇന്ത്യയിലെ എത്രയോ ഫ്ലൈയിങ് ഏജൻസികൾ അവരെല്ലാവരും കോമ്പറ്റീഷനാണ്, ഫ്ലൈയിങ് കണ്ടിന്യൂസ് ആണ്. അപ്പം അവർക്ക് ഇപ്പൊ എത്രയോ എക്സാമ്പിൾ നമ്മൾ കണ്ടു. പൈലറ്റ്സിന് ടൈം കിട്ടാതെ VIPs പറയുകയാണ്, ടോട്ടൽ വർക്കിംഗ് കഴിഞ്ഞതിന് ശേഷം റെസ്റ്റ് എടുക്കാൻ ഗസ്റ്റ് റൂമിലോട്ട് പോകുമ്പോഴാണ് പറ്റില്ല എന്ന് പറഞ്ഞ് തിരിച്ചു വിളിച്ചുകൊണ്ട് വന്ന് ഫ്ലൈയിങ് കൊണ്ടുപോവാണ്. അപ്പം ആ ഒരു ഇവിടെ എല്ലാം നല്ല സംഭവമാണ്, എല്ലാം വളരെ ഫുൾ പ്രൂഫ് ആണ്, ഒരു കുഴപ്പമില്ല എന്ന് നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷെ ആ സേഫ്റ്റി മെഷേഴ്സ് ഫോളോ ചെയ്തില്ല, അല്ലെങ്കിൽ ഷോർട്ട് കട്ട് തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെ നമ്മൾ വിശ്വസിക്കേണ്ടി വരും. അതിനകത്ത് യാതൊരു സംശയവുമില്ല. ഈ ഒരു കാര്യമാണ് ഇതിനകത്ത് ബേസിക്കലി വരുന്നത്. ഞാൻ വീണ്ടും ഇതിനകത്ത് ഉറച്ചു നിൽക്കുന്നു. കാര്യം പൈലറ്റ് ടേക്ക് ഓഫ് ചെയ്തതിന് ശേഷം ഇദ്ദേഹത്തിന് മനസ്സിലാകുന്നു പവർ കിട്ടുന്നില്ല. ഹി ട്രൈ ടു റിട്ടേൺ, യു ടേൺ അല്ലെങ്കിൽ എടുക്കാനുള്ള ശ്രമമാകാം. ആ ടൈമിൽ പവർ ഇല്ലാത്തത് വീണ്ടും ഫർദർ ഡൗൺ ആവുന്നു എന്നുള്ളതാണ്. അത് വിത്തിൻ റൺവേയുടെ നിയർ ബൈ ആയതുകൊണ്ടാണ്. അവിടെ വെതർ പ്രോബ്ലം ഇല്ല, റൺവേക്ക് ഒരു കുഴപ്പമില്ല, വേറെ ഉള്ള ഒരു എക്സ്റ്റേണൽ കണ്ടീഷൻസ് ഒന്നും ഇൻഫേവറബിൾ അല്ല. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു കണ്ടീഷൻ വരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും കാണേണ്ട ഒരു കാര്യം ഇത് തന്നെയാണ്. അതായത് 2 എഞ്ചിൻ അറ്റ് എ ടൈം, ഇതാണ് സോഫ്റ്റ്വെയർ പ്രോബ്ലം എന്ന് ഞാൻ ഐ മേ ബി റോങ്, ബിക്കോസ് ഞാൻ ഒരു എക്സ്പേർട്ട് അല്ല ആ ഫീൽഡിൽ. ഞാൻ എന്റെ മകനോട് ചോദിച്ചതിന് ശേഷം മാത്രം പറയുന്നതാണ് ഇതൊക്കെ, അല്ലാതെ വേറെ ഒന്നുമല്ല. അപ്പം തീർച്ചയായിട്ടും ആ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഷാവു പ്രസാദ് പറഞ്ഞ പോലെ ആഫ്റ്റർ ഓൾ എവരിതിങ് ഡിപ്പെൻഡ്സ് ഓൺ ടെക്നോളജി എന്ന് പറയുന്നത് എത്ര ഇതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും സോഫ്റ്റ്വെയർ എറർ ഇമ്മീഡിയറ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഹാങ് ആയാൽ വാട്ട് വിൽ ഹാപ്പൻ? ഇറ്റ് ക്യാൻ, ദാറ്റ് മേ ബി. അപ്പം അതായിരിക്കും ഒരു കാരണം. പക്ഷേ ഇതിന് വരേണ്ട സേഫ്റ്റി മെഷേഴ്സ് ടോട്ടലി ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് ആ ഒരു സ്റ്റഡി, ആ ഒരു റിസൾട്ട് അത് പുറത്തു വരണം ഫോർ ഫ്യൂച്ചർ. പക്ഷെ അത് വരില്ല എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. ശരി, ശ്രീ ശോഭി, അങ്ങനെയാണോ താങ്കളും വിശ്വസിക്കുന്നത്? മാത്രമല്ല ഈ ശരി കമ്പനികൾ തമ്മിലുള്ള മത്സരം, ശോഭി, അതും ഉണ്ടല്ലോ. ആണ്. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളോടും ഇക്കാര്യങ്ങളോടും എനിക്ക് യോജിക്കാൻ കഴിയില്ല. ഇപ്പൊ ഈ നമ്മളൊരു പൈലറ്റ് ഫ്ലൈ ചെയ്യുന്നുവെങ്കിൽ ഇത്ര സേർട്ടൺ അവേഴ്സ് കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഇത്ര ലാൻഡിങ് കഴിയുമ്പോൾ, ഈ ഡ്യൂട്ടി ടൈം എത്രയാണോ അതിന്റെ ഉള്ളിൽ
അയാൾക്ക് അവിടെ റെസ്റ്റ് വേണം. അത് അവരുടെ ലോഗ് ബുക്കിലുള്ളതാണ്. DGCA ശരിക്കും ഇപ്പോൾ ഒരു ടാറ്റ മാതിരി ഒരു അല്ലെങ്കിൽ എയർബസിൽ നമ്മളുടെ ഫ്ലൈറ്റ് പറപ്പിക്കുന്നു, അത് കഴിഞ്ഞിട്ട് തിരിച്ചു വിളിച്ചിട്ട് വീണ്ടും ചെയ്യാനൊന്നും കഴിയില്ല. കാരണം ആ റെസ്റ്റ്, ഈ പീരിയഡ്സിൽ റെസ്റ്റ് വളരെ ആവശ്യമാണ്. അത് ഓഡിറ്റഡുമാണ്, അത് ലോഗ് ബുക്കിൽ മെൻഷൻ ചെയ്യുന്നതാണ്. രണ്ടാമത്തെ കാര്യം, ഈ എയർക്രാഫ്റ്റുകളുടെ മെയിൻ്റനൻസ് പ്രോപ്പറായിട്ട് ചെയ്യുന്നതാണ്. ഈ പറഞ്ഞ മാതിരി ആദ്യം തന്നെ പറഞ്ഞില്ലായിരുന്നോ, ഈ മെയിൻ്റനൻസ് നടത്തുന്നില്ല. മെയിൻ്റനൻസ് നടക്കാതിരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഈ 12C 16C ഇതൊക്കെ കഴിയുമ്പോൾ, ഇതൊക്കെ ശരിക്കും എല്ലാ കമ്പനികളും ചെയ്തേ പറ്റൂ. അതായത് ഒരു എയർക്രാഫ്റ്റിന് അണ്ടർ പ്രോഗ്രാം ആയിരിക്കും. നാച്ചുറലി ഇതിന്റെ എഞ്ചിനുകൾ പ്രോഗ്രാമിലായിരിക്കും, ഇതിന്റെ ഏവിയോണിക്സ് പ്രോഗ്രാമിലായിരിക്കും. അങ്ങനെ ഇതിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പ്രോഗ്രാമിലായിരിക്കും. മാത്രമല്ല, ഒരു സർട്ടൻ അവേഴ്സ് കഴിയുമ്പോഴോ അല്ലെങ്കിൽ ഈ ഓരോ ഇയർ കഴിയുമ്പോഴും, ഇപ്പൊ ഈ ശരിക്കും 16C എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എയർക്രാഫ്റ്റ് ടോട്ടലി മോഡിഫൈ ചെയ്യല്ല, ക്ലിയർ ചെയ്തിട്ട് പുതിയത് മാതിരി ഇറക്കിയിട്ടാണ് വീണ്ടും നമ്മൾ ഈ കാറൊക്കെ വാങ്ങുമ്പോൾ എങ്ങനെയാണോ സർവീസ് പ്രൊസീജിയർ, അത് മാതിരി തന്നെയാണ് ഈ 16C ഒക്കെ കഴിഞ്ഞിട്ട് വീണ്ടും തുടങ്ങുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനിടയ്ക്ക് ഇൻ ബിറ്റ്വീൻ ടെക്നിക്കലി എന്താണെന്ന് എനിക്കൊന്നും അറിയില്ല. പക്ഷെ ഇവരൊക്കെ പ്രോപ്പറായിട്ട് ഇത്രയും വലിയ എയർക്രാഫ്റ്റുകളും ഇപ്പം നമ്മളൊക്കെ ചെയ്യുന്ന ജെറ്റുകളൊക്കെ ആണെങ്കിലും അതിന് പ്രോപ്പർ മെയിൻ്റനൻസ് തന്നേ പറ്റൂ. അത് ഓഡിറ്റഡ് ആണ്. അതുമാതിരി പൈലറ്റിന്റെ ഡ്യൂട്ടീസും ഫുൾ ഓഡിറ്റഡ് ആണ്. ഓഡിറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 8 മണിക്കൂറാണെങ്കിൽ ആ 8 മണിക്കൂർ അല്ലെങ്കിൽ ശരിക്കും അതിന്റെ റെസ്റ്റ് പീരീഡും കഴിഞ്ഞ് പിന്നെ അയാൾക്ക് എയർക്രാഫ്റ്റ് എടുക്കാൻ കഴിയില്ല. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മൾ പണ്ടൊക്കെ കേട്ടിട്ടില്ല, ട്രിവാൻഡ്രത്ത് വന്നു, ഫ്ലൈറ്റ് ഡൈവേർട്ട് ചെയ്തിട്ട് ട്രിവാൻഡ്രത്ത് വന്നു, പിന്നെ ആ പൈലറ്റിന് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ യാത്രക്കാരൊക്കെ അങ്ങോട്ട് ബഹളം ഉണ്ടാക്കും, എന്തുകൊണ്ട് ചെയ്യാൻ പറ്റില്ല, അയാളുടെ ടൈം കഴിഞ്ഞു, ഇനി ഹി കനോട്ട് ഫ്ലൈ. ഇങ്ങനെ 1-2 വയലേഷൻസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അങ്ങനെ വയലേറ്റ് ചെയ്യുകയാണെങ്കിൽ നാച്ചുറലി അയാളുടെ ലൈസൻസിനെ തന്നെ അത് അഫക്റ്റ് ചെയ്യും. അപ്പോൾ FDTAയിൽ ഒരു കമ്പനിക്കും, ഞങ്ങളുടേതാവട്ടെ, ഞങ്ങൾക്ക് വേണ്ടി ഫ്ലൈ ചെയ്യുന്ന കമ്പനികളായിക്കോട്ടെ, ഇങ്ങനത്തെ കമ്പനികൾക്കായിക്കോട്ടെ, ഈ ഡ്യൂട്ടി ടൈമിന്റെ ലിമിറ്റ്, ഡ്യൂട്ടി ടൈം കറക്റ്റായിട്ട് ഫോളോ ചെയ്യേണ്ടതാണ്. രണ്ടാമത് മെയിൻ്റനൻസും ഫോളോ ചെയ്യേണ്ടതാണ്. ഇത് പുതിയ എയർക്രാഫ്റ്റ് ആണെന്നേ, വളരെ എനിക്ക് തോന്നുന്നു ഇത്രയും ഒരു 15 വർഷം എന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ എയർക്രാഫ്റ്റ്, അല്ലെങ്കിൽ ഒരു 14 വർഷം എന്നൊക്കെ പറഞ്ഞാൽ വളരെ യങ്ങാണ് എയർക്രാഫ്റ്റ്. ശരി, ഞാൻ ചർച്ച അവസാനിപ്പിക്കുകയാണ്. എന്തായാലും എന്താണ് കാരണം എന്നുള്ളത് ഇപ്പോഴും അജ്ഞാതമാണ്. പ്രാഥമിക അന്വേഷണത്തിലെ റിപ്പോർട്ട് മാത്രമാണ് പുറത്തു വന്നിട്ടുള്ളത്. അതിൽ പൈലറ്റിന് പിഴവ് സംഭവിച്ചിട്ടില്ല എന്ന കാര്യവും പക്ഷി ഇടിച്ചിട്ടില്ല എന്ന കാര്യവും DGCA ഊന്നി പറയുന്നുണ്ട്. അതുപോലെ തന്നെയാണ് അമിത ഭാരം വിമാനത്തിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതും, ഇരട്ട എഞ്ചിനുകൾ അത് രണ്ടും പ്രവർത്തനരഹിതമായി എന്ന് പറയുവാൻ കഴിയില്ല, അതിനുള്ള സാധ്യത കുറവാണ് എന്നുള്ള കാര്യവും. വിശദമായ അന്വേഷണം ഇപ്പോഴും തുടരുകയാണ്. ഡിബേറ്റ് അവസാനിക്കുകയാണ്. ഇടവേളയ്ക്ക് ശേഷം നിലമ്പൂരിൽ നിന്ന് ഉപതെരഞ്ഞെടുപ്പിന്റെ സ്പെഷ്യൽ ഷോ.